ഞങ്ങളൊരു ഇന്ന് നമ്മളുടെ കൂടെ ഒരു സൂപ്പർ സ്റ്റാർ സെലിബ്രിറ്റി ട്രെയിനറാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. മിസ്റ്റർ ഭീകരൻ. ഇൻഡസ്ട്രിയിലെ ഒരേ ഒരു ഭീകരനാണ് ഞാൻ തന്നെയാണ്. അത് ഞാൻ തന്നെ ആദ്യം ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി വേറൊരു ഭീകരനെ കിട്ടില്ല നിങ്ങൾക്ക്. മിസ്റ്റർ ഭീകരൻ. ഭീകരൻ. പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് നിങ്ങളെ വൈസപ്പിൻ്റെ പോഡ്കാസ്റ്റ് കുറച്ച് ചിൽ മൂഡ്. എനിക്ക് ആദ്യമേ വീഡിയോ അയച്ചത് ഹാനിക്കിൻ്റെ വീഡിയോ. അത് കണ്ടപ്പോൾ ഇത് നമ്മുടെ വൈബാണ്. നമ്മൾ ജിമ്മിൽ തമാശക്കെങ്കിലും പറയുന്ന ഡയലോഗാണ്, ഫീസ് തന്നിട്ട് വരാത്ത ആൾക്കാരെ കൊണ്ടാണ് ശരിക്കും ലാഭമുള്ളത്, വരുന്ന ആളുകളെ കൊണ്ട് ലാഭമില്ലാന്ന്. നിങ്ങൾക്കൊരു ജിമ്മിൻ്റെ ആവശ്യമില്ല. ഒരു യോഗ മാറ്റ് വിരിക്കുന്ന സ്പേസ് ഇസ് യുവർ ജിം. വുമണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ വർക്കൗട്ട് തന്നെ പല ടൈപ്പ് ഉണ്ടെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ശരിക്കും വുമൺ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? നിങ്ങൾ നമ്മളെപ്പോലെ ആണെങ്കിൽ കുറേ കഷ്ടപ്പാടുണ്ട്. നമുക്ക് നിങ്ങളെപ്പോലെ ആവണം കുറേ കഷ്ടപ്പാടുണ്ട്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ചോറ് ഒഴിവാക്കണം. ചപ്പാത്തി കഴിച്ച ബെറ്റർ ആണ്. ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈവൻ വെള്ളം വരെ അധികം കുടിച്ചാൽ കിഡ്നിക്ക് ഞാൻ അതും കൂടി കണ്ടപ്പോൾ ഞാൻ എന്റെ പൊന്നു വെള്ളത്തിനെങ്കിലും വെറുതെ വിടും. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കാണുന്ന നല്ല അടിപൊളി കോച്ചസ് എന്ന് പറയുന്ന ആൾക്കാർ കേരളത്തിൽ വന്ന് കളരിപ്പയറ്റ് പഠിച്ചിട്ട് അവർ വന്നൊരു മാസമൊക്കെ നിന്ന് 1-2 മാസമൊക്കെ നിന്ന് ഇവിടെ നിന്ന് കളരി ഗ്രാമം അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് പോകാൻ നോക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? അഡൽട്ട് ADHD പോലെ തന്നെയാണ് ചിൽഡ്രൻ്റെ ADHD. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കോക്കോമെലൻ പോലത്തെ ഒരു വീഡിയോ. ഇറ്റ്സ് വെരി അഡിക്റ്റീവ്. ആൻഡ് വെറുതെ ഉറങ്ങുന്നതും ക്വാളിറ്റി സ്ലീപ്പും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഈ ക്വാളിറ്റി സ്ലീപ്പ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുക? ക്വാളിറ്റി സ്ലീപ്പ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റേണ്ടി വരും. New guests, new stories. We are always keeping it fresh. Welcome to a brand new episode of Voice Up Podcast. ഇന്ന് നമ്മളുടെ കൂടെ ഒരു സൂപ്പർ സ്റ്റാർ സെലിബ്രിറ്റി ട്രെയിനറാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. മിസ്റ്റർ ഭീകരൻ. ഭീകരൻ, വെൽക്കം. താങ്ക് യു. വെൽക്കം. താങ്ക് യു. ഭീകരൻ എന്താ ഇങ്ങനെ ഒരു പേരിടാൻ കാരണം? ഈ ക്ലയൻസിനൊക്കെ പേടിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭീകരൻ എന്നുള്ളത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും മിക്ക പോഡ്കാസ്റ്റ് വരുന്ന ഫസ്റ്റ് ചോദ്യമാണിത്. എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു ഉത്തരവ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിലെ ഒരേ ഒരു ഭീകരനുള്ളൂ, അത് ഞാൻ തന്നെയാണ്. അത് ഞാൻ തന്നെ ആദ്യം ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി വേറൊരു ഭീകരനെ കിട്ടില്ല നിങ്ങൾക്ക്. എങ്ങനെയാണ് ശരിക്കും എൻ്റെ ഒരു ഇൻഡസ്ട്രി ഫിറ്റ്നസ് ആണ് ഐഡന്റിഫൈ ഇങ്ങനെ? അതായത് ഒരുപാട് വെർട്ടിക്കൽസ് ഉണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഫിറ്റ്നസ്സിലേക്ക്? ഞാൻ ദുബായിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഐ വാസ് വർക്കിംഗ് ദേർ ഫോർ പാസ്റ്റ് ഒരു 3 years വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വലിയൊരു ഫാക്ടർ എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നിന്നൊരു നല്ലൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എൻ്റെ ഫിസിക്കൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാൻ ദുബായിൽ പോയത്. ദുബായിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ വളരെ അൺഹെൽത്തി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്തത് എന്നൊരു തോട്ട് പ്രോസസ് എൻ്റെ മൈൻഡിൽ ആദ്യം ഇങ്ങനെ വന്നോന്ന് വെച്ചാൽ, ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇത് അൺഹെൽത്തിയാണ് നീ ചെയ്തത്, ബിക്കോസ് ഒരു ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 15 days 14 days 12 കിലോ കുറയ്ക്കുക, അങ്ങനത്തെ രീതിയിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്. പക്ഷെ എൻ്റെ മൈൻഡിൽ അത് പോയിട്ടില്ല. ബിക്കോസ് നമ്മളൊരു 10-21 വയസ്സ് വരെ ഒബേസ് ആയിരുന്ന ഒരാൾക്ക് തടി കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുക ലൈഫിൽ. ബിക്കോസ് പണ്ട് ചെറുപ്പം മുതലേ തടിയെന്ന് പേര് വെക്കുന്ന ഒരാൾക്ക് തടി കുറയ്ക്കുന്നതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. നമ്മളതൊന്നും കേട്ടില്ല. വൺസ് ഐ വെന്റ് ടു ദുബായ്, ഐ സ്റ്റാർട്ടഡ് ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡും നോർമൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് തുടങ്ങിയപ്പം ഐ സ്റ്റാർട്ടഡ് റീഗെയിനിങ് ബാക്ക് എവറിത്തിങ് ഐ ലോസ്റ്റ്. ഒരു 100 സ്റ്റാർട്ട് ചെയ്ത ഞാൻ നേരെ തിരിച്ച് 102 എത്തി. അപ്പോഴാണ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആം ഐ ഡൂയിങ് റോങ്. ബുക്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. ആൻഡ് എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ ഗൂഗിൾ ഗൈസ്. ഗൂഗിളും അതേപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ എടുത്ത് വായിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കിയത്, one thing that we all forget when we start a fitness journey is that, are we incorporating fitness to our lifestyle, or are we changing our whole lifestyle for fitness? Right. There is a huge difference between both. അത് വലിയൊരു റിയലൈസേഷൻ ആണ് അല്ലേ? വലിയ ഡിഫറൻസ് ആണ് രണ്ടിന്റെ കോൺസെപ്റ്റ് തമ്മിൽ. ഓക്കെ. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പം നിങ്ങളൊക്കെ കോഴിക്കോടാന്ന് വിചാരിക്കുന്നത് അല്ലേ? കോഴിക്കോടുള്ള ഒരാൾക്ക് ഭക്ഷണത്തിലുള്ള പ്രേമം ഭയങ്കര കൂടുതലാണ്. ആ പ്രേമം ഉള്ള ഒരാൾക്ക്
എത്ര എന്ന് വെച്ചിട്ടാണ് നമ്മളുടെ ചിക്കൻ പുഴുങ്ങിയതും പിന്നെ അതേപോലെ തന്നെ മുട്ടവെള്ളം മാത്രം കഴിക്കുന്നതും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. അല്ലെങ്കിൽ അത് ചെയ്യുന്നവരോട് ഹാറ്റ്സ് ഓഫ്, ഗുഡ് ജോബ്. അപ്പം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൽ എന്തൊക്കെ സ്മോൾ ചേഞ്ചസ് വരുത്തും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചായയിൽ 2 സ്പൂണോ 3 സ്പൂണോ ഷുഗർ ഇട്ട് കുടിക്കുന്നവരാണെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക. അങ്ങനത്തെ വളരെ മൈന്യൂട്ടായിട്ടുള്ള, പക്ഷേ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളും കുടിക്കുന്ന കാര്യങ്ങളിലും നമ്മളുടെ ഒരു റെസ്ട്രിക്ഷൻ വരാതെ ഏത് രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യും. ആ ഒരു പ്ലാൻ ചെയ്ത് ഐ ഡിഡ് എ ട്രാൻസ്ഫോർമേഷൻ അഗെയിൻ ഫ്രം സ്ക്രാച്ച്. വീണ്ടും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് എ ഹ്യൂജ് ഗ്യാപ്പ് ഇൻ ദ നോളജ്. അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതും. അപ്പൊ ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്താ? അപ്പൊ നമ്മൾ ആദ്യം ഒരു വർക്ക്ഔട്ട് പ്ലാനോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മളൊരു ട്രെയിനർ അടുത്ത് പോകും. ട്രെയിനർ ഒരു സ്ട്രിക്റ്റ് ന്യൂട്രീഷൻ പ്ലാൻ തരും. 6 മാസം ടൈം ലൈൻ തരും. 6 മാസം ടൈം ലൈനിൽ ഇത്ര വെയിറ്റ് കുറയ്ക്കാമെന്ന് പറയും. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കും, 6 മാസം കഴിയും. 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. നിങ്ങളെ ക്രേവിങ്സ് 6 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അറ്റ് ദ പീക്ക് ആയിരിക്കും. ട്രെയിനറിന്റെ ട്രെയിനിങ് നിർത്തി അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കംസ്റ്റൻസസ് കാരണം നിങ്ങൾക്ക് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തും. പിന്നെ യു അഗെയിൻ റീസ്റ്റാർട്ട് ഈറ്റിംഗ് വാട്ട് ഓൾ തിങ്സ് യു ലൈക്ക്. ഓട്ടോമാറ്റിക്കലി യുവർ ബോഡി വിൽ സ്റ്റാർട്ട് റിയാക്ടിങ്. വീണ്ടും നമ്മൾ പഴയ പോലെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക, ഓഫ് ഞാൻ ആ ട്രെയിനർ കൂടെ ട്രെയിൻ ചെയ്ത സമയത്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പോയിരുന്നു. വീണ്ടും നിങ്ങൾ ട്രെയിനർ എടുത്ത് പോകും. യെസ്, യു ആർ അഗെയിൻ ഇൻ ദ ലൂപ്പ് വേർ യു കീപ് ഓൺ ഡൂയിങ് ദ സെയിം തിങ്. നേരെ മറിച്ച് വെൻ യു സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ്, ലേണിംഗ് വാട്ട് വർക്ക്സ് ഫോർ യുവർ ബോഡി, വാട്ട് ഡസൻറ്റ്, ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പം ഞാൻ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണെന്നുള്ളത് വെരി റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞത്. കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ. പക്ഷെ അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പല ചേഞ്ചസും എൻ്റെ ലൈഫ് സ്റ്റൈലിലും ചെയ്യാമായിരുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ആദ്യമേ ഒരു റിയലൈസേഷനും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ തന്നെ നമുക്ക് പല ചേഞ്ചസ് നമുക്ക് അനുസരിച്ച് വരുത്താം. ഓക്കെ, ഫസ്റ്റ് ഹെൽത്തി ആയിട്ട് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? അന്ന് വെച്ചിരുന്ന ഒരു ഗോൾ എന്തായിരുന്നു? ആൻഡ് എത്ര ഈസി ആയിട്ട് അന്ന് അച്ചീവ് ചെയ്യാൻ പറ്റി? എൻ്റെ ആക്ച്വലി പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. എൻ്റെ അവിടുത്തെ ദുബായിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു വാഷ്റൂമിൽ വെച്ചിട്ട് എവറി 10 days I used to take a photo. Okay. Like first photo, ഒരു ഫോട്ടോ and I'll understand what all changes I've made. മെഷർമെന്റ്സ് എടുക്കും. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു ഗോൾ എന്ന് വെച്ചാൽ ഐ നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ എം ഈറ്റിംഗ് എവറിത്തിങ് ഐ ലൈക്ക്. ഓക്കെ, എവറിത്തിങ് ഐ ലൈക്ക്. എന്തൊക്കെയാണോ എനിക്ക് ഇഷ്ടമുള്ള കാര്യം, ഈവൻ ചോക്ലേറ്റ്സ് ആയാലും ശരി, എന്തായാലും ശരി, ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ എം ഈറ്റിംഗ് എവറിത്തിങ് ഐ ലൈക്ക്. പക്ഷേ ഐ നീഡ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി ദാറ്റ് ഐ ഈറ്റ്. എന്റെ ഗോൾ വാസ് നോട്ട് അച്ചീവിംഗ് എ സ്പെസിഫിക് ബോഡി. എന്റെ ഗോൾ വാസ് അച്ചീവിംഗ് എ സ്പെസിഫിക് ബോഡി വിത്ത് ഈറ്റിംഗ് വാട്ട് ഐ ലൈക്ക്. ഓക്കെ, അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷെ അത് വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം. ഇപ്പൊ നമുക്കറിയാം, അപ്പം ഇപ്പൊ കാലറി ഡെഫിസിറ്റ് എന്ന് എല്ലാവരും പറയാം. കാലറി ഡെഫിസിറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് 2000 കാലറീസ് ആണ് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടതെങ്കിൽ അതിൽ 1500 കാലറീസിൽ നിങ്ങൾ കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി 500 കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ 1 വീക്കിൽ യു വിൽ cut down around 3,500 calories. Almost 3,500 calories എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 kg ഓഫ് ഫാറ്റ് എന്നുള്ളൊരു നമ്പറാണ് ഏകദേശം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം ഫുഡ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ യൂഷ്വലി സംഭവിക്കുന്നത് വെച്ചാൽ ആൾക്കാർ അറിയില്ല അവർ ഈ കാലറി ഡെഫിസിറ്റിൽ നിന്ന് സർപ്ലസിലേക്ക് പോയോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര ഒരു ചെറിയൊരു കപ്പ് ഓഫ് നട്ട്സ് മാത്രമേ തിന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്വാണ്ടിറ്റി സൈസിനെക്കാട്ടും കൂടുതൽ ദീസ് ആർ കാലറി ഡെൻസ് ഫുഡ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വരുന്ന ചേഞ്ചസിൽ നമുക്ക് തന്നെ ഒരു ധാരണ വരും. ഓക്കെ, ഇതാണ്, ദിസ് ഇസ് ദ റീസൺ വൈ ദിസ് ഇസ് ഹാപ്പനിങ്. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റിൽ കേട്ട കാര്യമാണ്, ജോൺ അബ്രഹാം ഒക്കെ 35 years ആയിട്ട് ഒരു ഡേ പോലും മിസ് ചെയ്യാണ്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും അത്രയും പാഷനേറ്റ് ആയിട്ട് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? ഭീകരൻ്റെ കേസിൽ എങ്ങനെയാണ്? ലൈക്ക് ഡെയിലി ഒരു മോട്ടിവേഷൻ ഉണ്ടോ? ചില സമയത്തൊക്കെ ക്വിറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവില്ലേ? ഡെഫിനറ്റ്ലി. അതിപ്പോ ഐ തിങ്ക് ഈവൻ ജോൺ അബ്രഹാമിനും ചിലപ്പോൾ ക്വിറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും ഒബ്വിയസ്ലി. ബിക്കോസ് 35 years ഒരു ദിവസം പോലും മിസ്സാക്കാന്ന് പറഞ്ഞാൽ പിന്നെ എവ്രിബഡി ഈസ് ബിൽഡ് ഡിഫറെന്റ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വാട്ട് ഇസ് ആർ എൻഡ് ഗോൾ. ജോൺ അബ്രഹാമിന്റെ ഗോൾ ഇസ് ടു അച്ചീവ് ദിസ് ഫിസിക്, അല്ലെങ്കിൽ ഈ ഒരു ഇത്
എത്ര കാലമായി ഈസ് ബീൻ ഡൂയിങ് ദിസ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഫോർ ഹിം. ഇപ്പം നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഇതിന് മുമ്പ് പോഡ്കാസ്റ്റ് ചെയ്ത മിസ്റ്റർ ഹുമയൂൺ കല്ലിയത്ത്, ഞാൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ അത് മിസ്റ്റർ ഹുമയൂണിന്റെ കൂടെ ഇരിക്കും. ബിക്കോസ് ഹുമയൂണിക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഹി ഹേറ്റ്സ് ടേക്കിംഗ് റെസ്റ്റ്. ഓക്കെ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ബിക്കോസ് ഫോർ ഹിം ദ ഹൈ ഇസ് ദാറ്റ് അഡ്രിനൽ റഷ്. രാവിലെ ഒരു 5 കിലോമീറ്റർ ഓടി വന്ന് ബാഡ്മിൻ്റൺ കളിച്ച് അത് കഴിഞ്ഞ് വർക്കൗട്ടും കഴിഞ്ഞ് പോകുമ്പോഴാണ് ഓക്കെ ഇന്ന് എന്തെങ്കിലും ഞാൻ ചെയ്തല്ലോ എന്നുള്ള മെൻറ്റാലിറ്റി. സൺഡേസ് വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പല കളി ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ കാലിക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും മറ്റേ ഒളിച്ചും പാത്തും പോയി വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ ഒളിച്ചും പാത്തും പോയി ഓടിച്ചു വരും. ഒരു ദിവസം റെസ്റ്റ് ഇല്ല. ഏറ്റവും കൂടുതൽ ഞാൻ അടിയുണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലയന്റ് ഇങ്ങനെ മനുഷ്യന്മാരുണ്ട്. ഹുമയൂണിന്റെ ഒരു അടിപൊളി സ്റ്റോറി ഉണ്ട്. ബിക്കോസ് അവർ പാലക്കാട്, അവർക്ക് ഇത് ചിലപ്പോൾ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പാലക്കാട് അവരുടെ ഫാക്ടറി പോകുന്ന സമയത്ത് ഇഫ് ഹി നോസ് ദാറ്റ് മോർണിംഗ് ഞാൻ എണീച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇന്ന് ഫുൾ മീറ്റിംഗ്സും കാര്യങ്ങളാണ്, ഐ വോണ്ട് ബി ഏബിൾ ടു വർക്ക്ഔട്ട് എന്നുള്ള തോന്നലാണെങ്കിൽ വാട്ട് ഹി ഡസ് ഇസ് ദാറ്റ് ഓൺ ദ വേ ഹൈവേയിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി ഷൂസ് ഇട്ട് ഇറങ്ങും. എന്നിട്ട് അടുത്ത ചായക്കടയിലേക്ക് ആളോട് കാർ ഓടിക്കാൻ പറയും, ഏത് ഡ്രൈവറോട്. എന്നിട്ട് അതുവരെ ഓടും. എന്ത് മനുഷ്യനാണ്. ഓടിയിട്ട് കാറ് കയറി ഉറങ്ങിയിട്ട് മറ്റേ പാലക്കാട് എവിടെ വെച്ചാൽ അവിടെ വരെ പോയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ബിക്കോസ് ഹി നോസ് ദാറ്റ്. സോ അങ്ങനത്തെ അത്രയും ഡെഡിക്കേറ്റഡ് ഉള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് മച്ച് മോർ മറ്റേ നമുക്ക് തന്നെ ഒരു എനർജിയാണ്, വേറെ എനർജിയാണ്. അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം, ഡിപ്രഷൻ കാരണം വർക്കൗട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മുടെ ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ഈച്ച് പേഴ്സൺ. വാട്ട് വർക്ക്സ് ഫോർ യു എന്ന് ചിന്തിക്കുക. നമ്മൾ ഇപ്പം ഞാൻ ഹുമയൂണിക്കനെ പോലത്തെ ഒരു ക്ലയന്റിനെ കണ്ടിട്ട് ഞാൻ ഇതേമാതിരി ഒന്ന് 7 ദിവസം വർക്കൗട്ട് ചെയ്യുന്നില്ല ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും വി ആർ ഗോയിങ് ഡീപ്പർ ഡൗൺ ദ ഡ്രെയിൻ. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുക, ഓക്കെ ഞാൻ ഇന്നലെ വെറുതെ ഇരിക്കുന്നു, ഇന്ന് ഞാൻ ഒരു 10 മിനിറ്റ് നടന്നു. ഗിവിങ് യുവർ സെൽഫ് സം അപ്രീഷിയേഷൻ ഫോർ വാട്ട് യു ഹാവ് ഡൺ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേ മോട്ടിവേറ്റഡ്. അപ്പോൾ ജോൺ അബ്രഹാം പെട്ടെന്നൊരു ദിവസം എണീച്ച് വന്നിട്ട് 35 കൊല്ലം വർക്കൗട്ട് ചെയ്തല്ലോ. എവറി സിംഗിൾ ഡേ ഇസ് എ സ്ട്രഗിൾ ഫോർ എവറി സിംഗിൾ പേഴ്സൺ. പുള്ളി ഇനീഷ്യലി കുറെ ഫെയിൽ ആയിട്ടൊക്കെ ഉണ്ടാവില്ല, അല്ലാതെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ ഫെയിലിയേഴ്സിൽ നിന്നും തളരാതിരിക്കലാണ് മെയിൻ മോട്ടിവേഷൻ. നമുക്കിപ്പോൾ ഒരു നമ്മളെ നാട്ടിലെ പയ്യന്മാരെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റ് ആയിട്ടുള്ളൊരു ബോഡി എന്നുള്ളത് നമ്മൾ പണ്ടോട്ടെ എന്താ പറയുക, അർണോൾഡ് ഷ്വാസ്നെഗറും ഋത്തിക് റോഷനും സൽമാൻ ഖാനൊക്കെയാണ് എല്ലാവരുടെയും ഐഡൽസ്. ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് എന്നുള്ളൊരു ടേം വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ബിസിനസ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഇപ്പം ബ്രോ ഒരു ജിം ഓൺ ചെയ്യുന്നു, വെൽനസ് സ്റ്റുഡിയോ ഓൺ ചെയ്യുന്നുണ്ട്, സെവറൽ അതർ ബിസിനസ്സസ് ഉണ്ട്. ഇതിൽ തന്നെ സെലിബ്രിറ്റി ട്രെയിനറാണ്. ഈ ഇൻഡസ്ട്രി തന്നെ എനിക്കൊരു ബിസിനസ് കെട്ടിപ്പടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന എപ്പോഴാണ്? ആൻഡ് ആരായിരുന്നു ഇൻസ്പിറേഷൻ ആ ഒരു സമയത്ത്? ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നപ്പം ഞാൻ ഒറ്റ തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു 3 years I worked for what I have studied. I will work for my passion. അത് മാത്രമായിരുന്നു. What is my passion? Okay, I love working out and I love changing people's life എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഐ മെയ്ഡ് ദാറ്റ് ഡിസിഷൻ ദാറ്റ് ഓക്കെ ഇതേ ഞാൻ ചെയ്യുള്ളൂ, ബട്ട് ഐ നീഡ് ടു ഡു സംതിങ് ഇൻ ദിസ് ഇൻഡസ്ട്രി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഫസ്റ്റ് ഒരു ക്ലയന്റിനെ ഞാൻ ട്രെയിൻ ചെയ്തത് നമ്മുടെ ഷഹബ് എന്ന് പറഞ്ഞിട്ട് കെൻസ TMTയുടെ. ഇതേമാതിരി ഒരു കല്യാണത്തിൽ നമ്മൾ കണ്ട സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ട്രെയിനറെ നോക്കണം, കുറെ കാലമായി ട്രെയിനർ വെച്ച് ട്രെയിൻ ചെയ്തിട്ട്. അപ്പൊ ഇത് ഞാൻ കേൾക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. എത്ര വർഷം മുന്നെയാണ്? ലൈക്ക് 8 years കഴിഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഞാനിങ്ങനെ കേട്ട് പറഞ്ഞു, അല്ല ഞാനിങ്ങനെ ട്രെയിനർ ആവാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ ഞാൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കണോ? അങ്ങനെ ആക്ച്വലി അങ്ങനെയാണ്. So you never know where the opportunity comes. അന്ന് ആ കല്യാണത്തിന് പോയി ഞാൻ ആ ബിരിയാണി കഴിക്കാൻ പറ്റില്ല, ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു ക്ലയന്റിനെ കിട്ടൂല, ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു actually. ഷഹദ്'s ട്രാൻസ്ഫോർമേഷൻ ഇസ് ഇൻസെയിൻ. ഒരു 120 above ഇതിൽ നിന്നും
ഇപ്പൊ പ്രോപ്പർ ഫിറ്റ്നസ് ഫ്രീക്ക് ഇപ്പൊ ആക്ച്വലി പറഞ്ഞ ഇപ്പം ഷാഹിദ് എന്നെ ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ എവിടെ പോയാലും ആ മൈൻഡ് സെറ്റിലേക്ക് ഒരു ക്ലയന്റിനെ കൊണ്ടുവരുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പം നമ്മളില്ലാതെയും ആ പേഴ്സൺ ട്രെയിൻ ചെയ്യും അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യും, അവരവരെ ഫിറ്റ്നസ് നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സീ ദാറ്റ് ആസ് മൈ അച്ചീവ്മെന്റ്. അതിനപ്പുറം ഞാൻ ഒരു അച്ചീവ്മെന്റ് കാണുന്നില്ല. എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്താലും വെൻ വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദം ഓർ അവരുടെ ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത സമയത്തും ദേ ആർ പാഷനറ്റ് ആൻഡ് ദേ ആർ വർക്കിംഗ് ഔട്ട് ആൻഡ് ദേ ആർ ഫൈൻഡിങ് ന്യൂ തിങ്സ് ടു വർക്ക് ഓൺ ദംസെൽഫ്. ദാറ്റ് ചേഞ്ചസ് ദി ഗെയിം. ഇപ്പം പറഞ്ഞ പോലെ അതായത് നമ്മൾ ആ ഒരു ഫിറ്റ്നസ് ജേണി അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മളാണെങ്കിൽ ഒരാഴ്ച തുടങ്ങും, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോയി. അത് ശരിക്കും വേൾഡിൽ തന്നെ 10% ആൾക്കാരെ ഫിറ്റ് ആയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ക്ലയൻസിനെ റിറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും ഒരു ജിം ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്നുണ്ടോ? സി ജിംസിന്റെ മെയിൻ ഒരു ഫോൾട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ മിക്ക ജിംസും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എത്രത്തോളം എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നിരുന്നുണ്ട്, എൻ്റെ എത്രത്തോളം വലിയ സ്ക്വയർ ഫീറ്റ് ഓഫ് ജിമ്മാണ് ഞാൻ ചെയ്യുന്നത്, കേരളാസ് ലാർജസ്റ്റ് ജിം അല്ലെങ്കിൽ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ജിം എന്നുള്ളത് ഗുഡ്, റിയലി ഗുഡ്. അത് വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ എപ്പോഴും അതിൻ്റെ ഇടയിൽ മറന്നു പോകുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഇൻ എ സർവീസ് ഇൻഡസ്ട്രി. സർവീസ് ഇസ് ആർ കീ. നിങ്ങൾ എത്ര വലിയ ഫെസിലിറ്റി തുടങ്ങി എത്ര കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നിട്ടാലും ultimately if your service is not good and if your clients are not getting what they want, you have failed. True. ബിസിനസ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരൊറ്റ കാര്യം, യു ആർ ഇൻ ദ സർവീസ് ഇൻഡസ്ട്രി ആൻഡ് ഫോക്കസ് ഓൺ യുവർ സർവീസ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഓൺലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൾട്ട് പോലത്തെ വലിയ ബ്രാൻഡ്സ് ഉണ്ട്, ഫിറ്റർ പോലത്തെ വലിയ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ ചോദിക്കും, അവരൊക്കെ വലിയ ബ്രാൻഡ്സ് ഉണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനായി ഇവിടെ വന്നിട്ട്? പക്ഷേ വി സ്റ്റാർട്ടഡ് അവർ ഓൺ തിങ് ആൻഡ് വാട്ട് only we focus is that കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അത് കേൾക്കുക ആൻഡ് ട്രൈ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. എവറി ബിസിനസ് സ്റ്റാർട്ട്സ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ആൻഡ് ഫൈൻഡിങ് ദ സൊല്യൂഷൻ. അപ്പം ഇഫ് യു ക്യാൻ ഗിവ് ദ സൊല്യൂഷൻ ആൻഡ് ദ കസ്റ്റമേഴ്സ് ആർ ഹാപ്പി, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ബിസിനസ്. അത് എത്ര വലിയ പ്രോജക്ട്സ് വലിയ ജിംസ് വന്നാലും, എത്ര ചെയിൻ ഓഫ് ജിംസ് വന്നാലും, ഇപ്പൊ എത്ര ചെയിൻ ഓഫ് ജിംസ് വന്നു. പണ്ട് നമ്മൾ ഗോൾഡ് ജിം ഉണ്ടായിരുന്നു, തൽവാക്കേഴ്സ് ഉണ്ടായിരുന്നു പണ്ട്, അങ്ങനത്തെ പല ബ്രാൻഡ്സ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിലും പല ജിംസ്, ചെറിയ ജിംസ് ആയാലും നമ്മുടെ നാട്ടിലൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അവർക്കും ബിസിനസ് ഉണ്ട്. ബിക്കോസ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് സർവീസ് ക്വാളിറ്റിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗ്രോ ബിഗ്. ഒരു ഇപ്പോൾ ഏത് ബിസിനസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. റീസെൻ്റ്ലി നേരത്തെ ഫിറ്റർ മെൻഷൻ ചെയ്തുകൊണ്ട് ജെയ്സിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളി പറയുന്നുണ്ട്, ഈ ജിം റിലേറ്റഡ് അല്ല ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇൻസ്റ്റഗ്രാമും എന്ത് മീഡിയ എടുത്ത് നോക്കിയാലും. ഇതിൽ ശരിക്കും ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനറിനെ സെലക്ട് ചെയ്യുന്നത് എത്ര ഹാർഡാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? ഡേ ടു ഡേ ലൈഫ് ഇറ്റ്സ് ഗെറ്റിംഗ് ഹാർഡർ ആൻഡ് ഹാർഡർ. റിലയബിൾ ആയിട്ട് ജെന്യുവിൻ ഇൻഫർമേഷൻസ് തരുന്ന ട്രെയിനേഴ്സും കിട്ടാൻ ഇറ്റ്സ് ഗെറ്റിംഗ് ഹാർഡർ ആൻഡ് ഹാർഡർ. ബിക്കോസ് സത്യം പറഞ്ഞാൽ ജെന്യുവിൻ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വെരി സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ തരുന്ന ട്രെയിനേഴ്സിന് അവർക്ക് കിട്ടേണ്ട വ്യൂസും ലൈക്സും ഷെയർസും കിട്ടാത്തതാണ് മെയിൻ റീസൺ. ഐ വുഡ് സേ നമ്മുടെ ഓഡിയൻസിന് മാസ് മസാല റീൽസ് ആയിട്ട് കിട്ടണം. നമ്മുടെ നാട്ടിൽ തന്നെ പലരും അങ്ങനെ ഇപ്പൊ ഞാൻ ജെന്യുവിൻ ഇൻഫർമേഷൻ ആദ്യം കൊടുക്കാൻ നോക്കിയപ്പോൾ വളരെ നേരെ ഇരുന്ന് ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നെ ആരും തിരിഞ്ഞു. നേരെ മറിച്ച് അതേ സാധനം ഞാൻ കുറച്ച് കോമഡി ആക്കി, കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് അതൊരു ഫൺ രീതിയിൽ ഇൻഫർടൈൻമെന്റ് പോലെ ചെയ്തപ്പം പീപ്പിൾ സ്റ്റാർട്ട് വാച്ചിങ് ഇറ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ അങ്ങോട്ട് കൂടുതൽ ഇപ്പം ട്രെയിനർ, ഇഫ് യു ആർ എ ട്രെയിനർ, നിങ്ങൾ ട്രെയിനർ മാത്രമായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയണം, ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ അറിയണം, നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയണം, ഇപ്പം ചലഞ്ചിങ് ആണ്. ഇപ്പൊ ട്രെയിനിങ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ലൊരു ട്രെയിനറാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അടിപൊളിയാണെന്നില്ല. ബിക്കോസ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ടോപ്പ് 10 അടിപൊളി ട്രെയിനേഴ്സ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ല എന്നല്ല പറയാം. അങ്ങനെയല്ല, ഞാൻ നോളജ് വൈസ് പറയുകയാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ബിക്കോസ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രെയിനേഴ്സിൽ
നമ്മൾ ഇവരെ ഫോളോവേഴ്സ് വെച്ചിട്ടാണ് ഇവരെ ട്രെയിനിങ്ങിനെ വിലയിരുത്തുന്നത്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. അവർ ഏതൊക്കെ സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്തെന്ന് വെച്ചിട്ടാണ് അവരുടെ നോ. അവർക്ക് അവരെ മാർക്കറ്റ് ചെയ്ത് ഈ ഇന്ന രീതിയിൽ എത്തിക്കാനുള്ള കഴിവ് എക്സ്ട്രാ ഉണ്ട് എന്നുള്ളതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. അല്ലാതെ അവരാണ് അൾട്ടിമേറ്റ് എന്നുള്ളതൊന്നുമില്ല. ഓക്കെ. നേരത്തെ ചേതന ചോദിച്ചതിൻ്റെ ഒരു ഫോളോ അപ്പ് ചോദിക്കുകയാണ്, നമ്മൾ ഈ ജിമ്മിൽ റിട്ടൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കുമല്ലോ. ബിക്കോസ് ഒരു 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 മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇപ്പോൾ നമ്മൾ ന്യൂ ഇയേഴ്സിന് ഒരുപാട് ആളുകൾ കാണും, ജാനുവരി 2 ആകുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു രീതിയിൽ പോകുന്നൊരു ഒരു സീനുണ്ടല്ലോ. അപ്പോൾ റിട്ടൻഷൻ ഐ മീൻ ഒരു ജിം ബിസിനസ് സെറ്റപ്പ് ചെയ്താൽ ലൈക്ക് ആ റിട്ടൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക? ലൈക്ക് ഒരു ജിം ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം റൈറ്റ് നൗ ഇപ്പം 2025 കേസ് പറയുകയാണെങ്കിൽ our industry is the most growing industry എന്ന് പറയാം. ബിക്കോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം, കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലം ജനുവരി മുതൽ ഈ ഇത്രയും മാസം കൊണ്ട് എത്ര ജിംസ്, പുതിയ ജിംസ് നിങ്ങളുടെ കാലിക്കറ്റിൽ മാത്രം വെറുതെ നിർത്തുക, എത്ര ജിംസ് സ്റ്റാർട്ട് ചെയ്തു, അതും ഏത് ലെവലിലെ ജിംസ് കേട്ടോ, എത്ര സ്ക്വയർ ഫീറ്റ്, ഏത് ലെവൽ ഓഫ് ജിംസ് ആണ് കാലിക്കറ്റിൽ മാത്രം സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയുടെ നമ്പേഴ്സ് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള 10 ജിംസ്, എനിക്ക് പേഴ്സണലി പരിചയമുള്ള 10 ട്രെയിനേഴ്സ് 10 ജിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു ജനുവരി മാസം മാത്രം. ദ ഗ്രോത്ത് ഇസ് ഇൻസെയിൻ. ആ ഗ്രോത്ത് ഇൻസെയിൻ അനുസരിച്ചിട്ട് ദ കോമ്പറ്റീഷൻ ഇസ് ഓൾസോ മാസീവ്. ഈ കോമ്പറ്റീഷൻ്റെ ഇടയിൽ വാട്ട് മേക്സ് യു യുണീക്ക്? ഇപ്പം പല ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആൾക്കാരിപ്പം, പണ്ട് ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ജിംസിൽ എക്യുപ്മെന്റ്സ് കുറേ ഉണ്ടോ, അവിടുത്തെ ട്രെയിനർ നല്ലതാണ്. ഇപ്പം അതല്ല, കമ്മ്യൂണിറ്റി. ട്രെയിനർ നന്നായ മാത്രം പോരാ, ഹൗ ഇസ് ദ കമ്മ്യൂണിറ്റി ദർ, എങ്ങനെയാണ് അവർക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണ്, വാട്ട് മോർ ഡു ഐ ഗെറ്റ്. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് പവർ വന്നു, വാട്ട് മോർ ഡു ഐ ഗെറ്റ്, ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നുണ്ട്, ഓക്കെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വേറെ എന്താണല്ലോ അവിടെ. So we have to make sure that people don't get bored. ഇപ്പൊ നമ്മൾ എപ്പോഴും ആസ് ആൻ ഓൺടർപ്രണർ നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ റിട്ടൻഷൻ ചെയ്യാൻ ഒരു ക്ലയന്റ് അടുത്ത് പോകുന്നതിന് മുമ്പ്, ഇഫ് ഐ ആം ദാറ്റ് ക്ലയന്റ്, will I renew my membership? What should motivate me to renew my membership? എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം നമുക്ക് തന്നെ കിട്ടും. ഓഫേഴ്സ് കൊടുത്ത് പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് റിന്യൂ ചെയ്യുന്നതിൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് സിസ്റ്റം. ബിക്കോസ് അത് ആക്ച്വലി നിങ്ങളെ മാർക്കറ്റും ബാക്കി എല്ലാവരുടെ മാർക്കറ്റും നശിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട്. നമ്മൾ ജിമ്മിൽ തമാശക്കെങ്കിലും പറയുന്ന ഡയലോഗാണ്, ഫീസ് തന്നിട്ട് വരാത്ത ആൾക്കാരെ കൊണ്ടാണ് ശരിക്കും ലാഭമുള്ളത്, വരുന്ന ആളുകളെ കൊണ്ട് ലാഭമില്ലാന്ന്. സത്യം. അപ്പോൾ ആ ഒരു നമ്പർ കൂടിയാലാണല്ലോ ശരിക്കും ജിം പ്രോഫിറ്റബിൾ ആവുക. ഞാൻ ആക്ച്വലി നമ്മൾ സോൾ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ജിമ്മിൻ്റെ ഒരു നമ്മൾ പഠിക്കണം. ബിക്കോസ് ഐ വാസ് ഓൾറെഡി ഇൻ ഓൺലൈൻ ബിസിനസ്. ഓഫ്ലൈൻ ബിസിനസ്സിൽ നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഐ ഡിഡ് എ മാർക്കറ്റ് സ്റ്റഡി വെർ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ജിംസ് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത് ജിമ്മിൽ വരാത്ത ആൾക്കാരെ കൊണ്ടാണ്. വെറുതെ പറയല്ല. ബിക്കോസ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ജിമ്മിലെ മെമ്പേഴ്സിൻ്റെ നമ്പേഴ്സ് ചോദിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ജിമ്മിൽ 1000 മെമ്പേഴ്സ് ഉണ്ടാവും, അതിനകത്ത് 10 to 20% ജിമ്മിൽ വരുന്നുള്ളൂ. അപ്പോൾ ബേസിക്കലി മിക്ക ജിംസിനും നിങ്ങളവിടെ വരാതിരിക്കുമ്പോഴാണ് അവർക്ക് ലാഭം. ബിക്കോസ് ഈ 1000 പേര് ഒരു ദിവസം തീരുമാനിക്കുകയാണ് 1000 പേര് ഇന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരും എന്ന് തീരുമാനിച്ചാൽ അന്ന് ആ ജിമ്മിൽ നിങ്ങൾക്ക് ഒരു ഡമ്പൽ പോയിട്ട് ഒരു മുട്ടുസൂചി പോലും വെക്കാൻ വെച്ചിട്ടില്ല. ഓക്കെ. സോ ഞങ്ങൾ ചെയ്തതിൽ ഏറ്റവും ഏർലി മോർണിംഗ് ഒരു 8:30 പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സാധാരണ ഈവനിങ് ആയിരിക്കും. സോ എങ്ങനെയാണ് ഭീകരന്റെ ഒരു ഡേ ഇൻ എ ലൈഫ്? അത് ഇന്ന് 8:30 പറഞ്ഞിട്ട് കറക്റ്റ് 8:30 ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഇനി മീറ്റിംഗ്സ് ഉണ്ട്, ഈ ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. അപ്പം ഭയങ്കര ചാലഞ്ചിങ് ആണോ? ആവണ്ടേ. ബിക്കോസ് 8:30 ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗ്, ബിക്കോസ് വൺസ് മോർണിംഗ് ഒന്നാമത് നമ്മൾ വിൽ ബി സോ ഫ്രഷ്. ആൻഡ് ഇപ്പോൾ ഈ സംസാരിക്കുന്ന ചിലപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്കിന്നെ പല കാര്യങ്ങളിലും പല മീറ്റിങ്സും കഴിഞ്ഞ് ഓരോരോ പ്രഷറിലേക്ക് ചിലപ്പോൾ നേരെ കയറി വരാം.
പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് നിങ്ങളെ വൈസപ്പിന്റെ പോഡ്കാസ്റ്റ് കുറച്ച് ചിൽ മൂഡ്. എനിക്ക് ആദ്യമേ വീഡിയോ അയച്ചത് ഹാനിക്കന്റെ വീഡിയോ, അത് കേട്ടപ്പോൾ ഇത് നമ്മുടെ വൈബാണ്. അപ്പോൾ പിന്നെ ചിൽ മൂഡിലാവുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആവാന്ന് വിചാരിച്ചിട്ടാണ് മോർണിംഗ് തന്നെ. ഇപ്പോൾ ടൈമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഐ തിങ്ക് എനിക്ക് പണ്ടേ ഉള്ളൊരു ഇഷ്യൂ ആണ്. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഞാൻ എപ്പോഴും നമ്മുടെ ട്രെയിനിങ്ങിൽ വരെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇഫ് മീ ഓർ മൈ ടീം, എൻ്റെ ട്രെയിനേഴ്സ് ആരെങ്കിലും ഇസ് ഒരു 2 minutes ലേറ്റ്, then സെഷൻ ഇസ് ഫ്രീ. ആ രീതിയിലാണ് നമ്മൾ 2 minutes 5 minutes മാക്സ്. നമ്മളൊരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ എത്തിയിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് യു ആർ നോട്ട് റെസ്പെക്ടിങ് ദ അതർ പേഴ്സൺസ് ടൈം. ഇപ്പം ഞാൻ നിങ്ങളുടെ 8:30 പറഞ്ഞിട്ട് ഞാൻ 8:30 വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ 8:30 എനിക്ക് വാല്യൂ ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ഞാൻ ആ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. എന്റെ കോൺസെപ്റ്റ് ഉണ്ടോ, യു ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ബിക്കോസ് നമ്മുടെ സമയം 8:30 നമ്മുടെ സമയം നമ്മൾ പറയുന്നത് ബിക്കോസ് ആ സമയത്തിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ലേറ്റ് ആയി വരാൻ നോക്കുന്നത്. നിങ്ങൾ 8:30 ബിക്കോസ് നാളെ ഇന്നിപ്പോൾ നിങ്ങൾ ലേറ്റ് ആയി എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നാളെ ഞാനൊരു 8:30 പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 8:30 8:45 വരുള്ളൂ, ഞാൻ 8:40 എത്തിയാൽ മതി. നിങ്ങളുടെ സമയത്തിന്റെ വാല്യൂ ഒറ്റയടിക്ക് കുറഞ്ഞത്. അതാണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും തോന്നുന്നത്. അപ്പോൾ 8:30 എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഓടി പിടച്ച്, അറിയാത്ത സ്ഥലമാണെങ്കിൽ പോലും ഞാൻ ഒരു 5 minute നേരത്തെ ഇറങ്ങും. എങ്ങനെയാ ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുന്നത്? ഞാൻ ഐ എം നോട്ട് എ ജോള മോർണിംഗ് പേഴ്സൺ. മിക്ക ട്രെയിനേഴ്സും പറയും രാവിലെ 5 മണിക്ക് എണീക്കും, 4 മണിക്ക് എണീക്കും. പ്ലീസ് നോ. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ 10, 11 മണി 12 മണി വരെ ഉറങ്ങാൻ ശ്രമിക്കും. പക്ഷേ the one thing that motivates me to wake up in the morning is that എനിക്ക് ട്രെയിനിങ് ഉണ്ട്. I love training people. അങ്ങനെ എന്തെങ്കിലും അപ്പം ഞാൻ യൂഷ്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ മോർണിംഗ് എണീക്കാൻ വേണ്ടി മോർണിംഗിലൊരു സെഷൻ ബ്ലോക്ക് ചെയ്തിടും. ലൈക്ക് അപ്പോൾ അതാണ് എൻ്റെ മോട്ടിവേഷൻ ടു വേക്ക് അപ്പ് ആൻഡ് ഗോ ഫോർ എ ട്രെയിനിങ്. ബിക്കോസ് എൻ്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ആര് വന്നാലും ഞാൻ പറയും കൊന്നാലും ഞാൻ രാവിലെ അടിച്ച് വർക്ക്ഔട്ട് ചെയ്യില്ല. മോർണിംഗ് സി വാട്ട് വർക്ക്സ് ഫോർ യു. നമ്മളെപ്പോഴും ഡെയിലി റൂട്ടീൻ പറയുമ്പോൾ എല്ലാവരും ഏർലി മോർണിംഗ് എണീക്കണം എന്നൊക്കെ പറയും. പക്ഷേ ആർ യു എ പേഴ്സൺ ഹു സ്ലീപ്സ് ലേറ്റ് അറ്റ് നൈറ്റ്? അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കോ കാര്യങ്ങളോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലേറ്റ് ആയിട്ട് കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു കനോട്ട് പുഷ് യു ടു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. ഇപ്പം 2 ദിവസം മുമ്പ് നമ്മളൊരു അവിടെ ഒരു ക്ലയൻറ്റ് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ 6 മണിക്ക് വരാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എപ്പോഴും എണീക്കുന്നത് വെച്ചു 8:30 ആവും, എനിക്ക് വർക്ക് 11 ഉള്ളൂ, അപ്പോൾ 8:30 ആവും. ഞാൻ പറഞ്ഞ കീപ് ഇറ്റ് ദർ. ഈ 6 മണിക്ക് ഒറ്റയടിക്ക് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ സ്ലീപ്പ് കറക്റ്റ് ആവാതെ ഒരു തീരുമാനമാവും. ഇപ്പോൾ ഒരു 8:30 11 ആ സമയത്ത് എണീച്ച് അത് മെല്ലെ സ്ലോലി ഇൻജെക്ടിങ് ദ ചേഞ്ചസ് ഇൻ ടു യുവർ ലൈഫ് സ്റ്റൈൽ മേക്സ് എ ഡിഫറൻസ്. മോർണിംഗ് എണീച്ച് പിന്നെ മീറ്റിങ്സും കാര്യങ്ങളുണ്ട്, വർക്ക് ഉണ്ട്, പിന്നെ അതേപോലെ കാലിക്കറ്റിൽ നമ്മളുടെ വർക്ക് ഉണ്ട്. സോ ടൈം ഇങ്ങനെ ഒരു ഈവനിങ് ഒരു 9 ഒരു 6-7 നിർത്തണം തോന്നും. 9-10 ആകുമ്പോഴേ തീരെ വർക്ക്. അതിപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വൈഫ് പറഞ്ഞതാണ്, അതായത് 9 to 5 ജോബ് നിർത്തിയിട്ട് ഇപ്പോൾ 24 hours വർക്കിലേക്ക് കയറി. ഇതിനെക്കാട്ടി നല്ല നീ 9 to 5 ജോബ് ചെയ്യുന്നിരുന്നു, അറ്റ്ലീസ്റ്റ് 5 മണിക്ക് തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയിലുണ്ട്. അതേപോലെ തന്നെ നോ ഒഫൻസ് ടു എനി ഗുഡ് ട്രെയിനേഴ്സ്, പക്ഷേ കുറച്ചു കാലം ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് തന്നെ ട്രെയിനറായി മാറുന്ന ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ട്. സോ സർട്ടിഫിക്കേഷൻ എന്നൊക്കെ ഉള്ളതെന്ന് ഇപ്പം ഒരു മാൻഡേറ്ററി ഒരു തിങ് ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഇന്നൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി. സോ ഇതിൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? പേഴ്സണൽ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ് ഇഷ്ടം പോലെ ഇസ് അവൈലബിൾ റൈറ്റ് നൗ. ഇപ്പം അമേരിക്കൻ ഏസിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, NAS എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. മോർ ദാൻ ദ സർട്ടിഫിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ലേണിംഗ് പ്രോസസ്സാണ്. ബിക്കോസ് വില്ലിങ്നെസ് ടു ലേൺ ഇസ് സംതിങ് ദാറ്റ് ഇസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സർട്ടിഫിക്കേഷൻ. ബിക്കോസ് മിക്ക സമയത്തും സംഭവിക്കുന്നത് വെച്ചാൽ ട്രെയിനേഴ്സ് സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് ഏത് സർട്ടിഫിക്കേഷൻ എടുത്താലാണ് എനിക്ക് ജോലി കിട്ടുക. പണ്ട് നമ്മൾ ഞാൻ എഞ്ചിനീയറിംഗ് ഇത് ചെയ്യുന്ന സമയത്ത് ഇന്ന യൂണിവേഴ്സിറ്റീൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ ഇന്ന സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും. നേരെ മറിച്ച് വാട്ട് ആം ഐ ലേണിംഗ് ഇൻ ദാറ്റ്, ഇസ് ഇറ്റ് അപ്ഡേറ്റഡ്?
അല്ലെങ്കിൽ ഇതിന് ശേഷം ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇനിയും ഞാൻ പഠിക്കുന്നുണ്ടോ, ഇനി വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാനാണ്. ഓക്കെ ഓക്കെ. ഡയറക്റ്റ് 1-to-1, ബിക്കോസ് ബുക്സ് നമുക്ക് പഠിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നോളജ് നമുക്ക് 1-to-1 സെഷൻസും വർക്ക്ഷോപ്സിലും വളരെയധികം കിട്ടും. ആൻഡ് ഇൻവെസ്റ്റിംഗ് യുവർ ടൈം ടു ലേൺ മോർ മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ സജസ്റ്റ്? ഞാൻ ലാസ്റ്റ് ചെയ്തത് നമ്മുടെ ഗദ മുഡ്ഗർ ഒക്കെ ചെയ്യുന്ന നമ്മുടെ മറ്റേ പഴയ ഇന്ത്യൻ, അതെ അതെ അതെ. അതിന്റെ ലെവൽ 1 സർട്ടിഫിക്കേഷൻ ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോയിട്ട്. അത് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ നമ്മളെ കേരളത്തിൽ തന്നെ, പാലക്കാടുള്ള ഒരു നല്ല ഹൈറ്റ് ആയിട്ടുള്ള ഒരു പുള്ളി, കുറെ ആൾക്കാരുണ്ട് ഫേമസ്. അത് ചെയ്യുന്നത്. നമ്മള് ട്രിവാൻഡ്രത്ത് ഹൗസ് സേഫ് എന്ന് പറഞ്ഞിട്ട് സീറോ ഫിറ്റിന്റെ അവരുണ്ട്. പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ കൊച്ചിയിൽ തന്നെ ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്, നമ്മുടെ ഡേവിസ് എന്നുള്ള ഒരു കോച്ച് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിനൊരു ട്രെൻഡ് വന്നിട്ടുണ്ടല്ലോ ഇപ്പോ. എവറിത്തിങ് അതാണ് പറഞ്ഞത്, നമ്മൾ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ് കൂടുതലും ഇൻഡസ്ട്രി എപ്പോഴും ശ്രദ്ധിച്ചിരിക്കാതെ. സംതിങ് ന്യൂ വിൽ കം ഇൻ. ഒരു 5-6 വർഷം മുമ്പ് ആ സമയത്താണ് ഞാൻ ആദ്യം ഒരു ആനിമൽ ഫ്ലോ ചെയ്യുന്നത്. അന്ന് ഞാൻ ആനിമൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഔട്ട് സ്റ്റൈലാണ്. ബേസിക്കലി ബോഡി മൂവ്മെന്റ്സ് വെച്ചിട്ടുള്ള ഒരു വർക്ക്ഔട്ട് സ്റ്റൈൽ. ഒരു ഡാൻസ് കൊറിയോഗ്രഫി എന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഫ്ലോ മൂവ്മെന്റ്സ് ആണ്. ഒരു മൂവ്മെന്റിൽ നിന്ന് അടുത്ത മൂവ്മെന്റിലേക്ക് കണക്ട് ചെയ്ത് മറ്റേ നമ്മളിപ്പം 1, 2, 3, 4 ബൈസെപ്സ് കൾച്ചർ. ഇത് ബോഡി മൂവ്മെന്റ്സും അണ്ടർസ്റ്റാൻഡിങ് യുവർ ബോഡി കേപ്പബിലിറ്റിയാണ് അത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് അന്ന് കേരളത്തിൽ അങ്ങനെ 1-2 ട്രെയിനേഴ്സ് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. കാലിക്കറ്റിലുള്ള ട്രെയിനേഴ്സ് തന്നെയാണ് ചെയ്യുന്നത് കണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അതിന് പോകുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് കാലം ഒരു 1 or 2 years ബാക്ക് അതൊന്ന് ട്രെൻഡിങ് ആയി. സോ ട്രെൻഡ് വിൽ കീപ്പ് ഓൺ കമ്മിങ്. സൂംബ ഒരു കാലത്ത് ട്രെൻഡിങ്, എയറോബിക്സ്, പിന്നെ ബോഡി ബിൽഡിങ് അന്നും ഇന്നും എന്നും ട്രെൻഡിങ്ങിൽ കിടപ്പുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ മൂവ്മെന്റ്. കാലിസ്തനിക്സ് ഇപ്പം കേരളത്തിന്റെ കാലിസ്തനിക്സിന്റെ ഹബ് ഇപ്പം കോഴിക്കോടാണ്. ഫിറ്റ്നസ് തായ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡൊക്കെ വന്നതിന് ശേഷം ലൈക്ക് ദേ ഹാവ് ഡൺ എൻ ഇൻസൈൻ ജോബ് വിത്ത് ദാറ്റ്. അവർ കൊച്ചിയിലും വന്നിട്ടുണ്ടല്ലോ. പിന്നെ 2 weeks ബാക്ക് അവരുടെ ഒരു കേരള കാലിസ്തനിക്സിന്റെ ഒരു വലിയൊരു ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന്. സോ പീപ്പിൾ ആർ ലുക്കിംഗ് ഇൻ ടു കേരള ബിക്കോസ് ഇങ്ങനത്തെ കുറെ നല്ല നല്ല ബ്രാൻഡ്സ് വന്ന് പല പല രീതിയിൽ പുതിയ സ്റ്റൈല് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ പുതിയ ടെക്നിക്സിനെ പറ്റി അപ്ഡേറ്റ് ആയിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കില്ല ഒരു ജിമ്മൊക്കെ ആകുമ്പം പുതിയ വരുന്ന എക്യുപ്മെന്റ്സ് ഇപ്പം പറഞ്ഞ പോലെ വരുന്ന ക്ലയൻസ് ചിലപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആയിരിക്കുന്നത്? I'm a tech freak. I'm a proper tech freak because പ്രത്യേകിച്ച് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്ക് എന്ത് പുതിയത് മാർക്കറ്റിൽ വന്നാലും ഐ വുഡ് ട്രൈ ടു ഗെറ്റ് മൈ ഹാൻഡ്സ് ഓൺ ദാറ്റ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അപ്ഡേറ്റ് ചെയ്യണം. ബിക്കോസ് ഞാൻ ഐ ട്രാവൽ അലോട്ട് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എവറി 3 months കൂടുമ്പം ഐ എം ദെയർ ഇൻ ദുബായ്. ബിക്കോസ് ദുബായിൽ ഞാൻ കണ്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ഐ ട്രാവൽ ദെയർ ഇസ് ദാറ്റ് ഒന്നാമത് ഗ്ലോബൽ മാർക്കറ്റ് ഇസ് ദെയർ ആൻഡ് ഓൾസോ വാട്ട് എവർ ന്യൂ കംസ് ഇൻ US, UK അല്ലെങ്കിൽ ഏതൊരു കൺട്രിയിലാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ദുബായിലും അത് എത്തും. അധികം ടൈം എടുക്കില്ല. സോ ഒന്നാമത് നമുക്ക് പ്രത്യേകിച്ച് കോഴിക്കോടും കൂടി ആകുമ്പോൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന അങ്ങോട്ട് എളുപ്പമാണ് ദുബായിലേക്ക് പോകുന്നത്. അത്രയും ഈസി ആക്സസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. സെക്കൻഡ് ഹോം ആണല്ലോ നമ്മളെല്ലാവരും. അപ്പം ആ രീതിയിൽ ഐ എം ബ്ലെസ്ഡ് ദാറ്റ് ഐ എം ഇൻട്രസ്റ്റഡ് സോ മച്ച് ഇൻ ടു ദാറ്റ് എപ്പോഴും അതിൻ്റെ ബാക്കിൽ ഓടാറുണ്ട്. ആൻഡ് ടെക് പരമായിട്ട് I try to make sure that whatever new comes in അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കാറുണ്ട്. വാട്ട് അബൌട്ട് ഗാഡ്ജറ്റ്സ്? ഇപ്പോൾ ഓൾറെഡി കയ്യിൽ തന്നെ ഒരു വൂപ്പ് കാണുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞൊരു 1.5 കൊല്ലത്തിന് മുകളിലേക്ക് യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് സോ ഫാർ റിവ്യൂ? I would say if you're a person who likes analytics, go for it. നന്നായി അനലിറ്റിക്സ് നോക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം ഇത് മേടിക്കുക. പക്ഷെ ഒരു ഗുണം ഉണ്ടായത് വെച്ചാൽ ഇത് വാങ്ങിച്ചതിന് ശേഷം ആപ്പിൾ വാച്ച് ഉരുക്കി വെച്ച് പിന്നെ അത് മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. ആകെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കാലറി ബേൺ എത്താന്ന് അറിയാൻ വേണ്ടി മാത്രം അത് കെട്ടുമൂരി വെക്കും. പിന്നെ കഴിഞ്ഞ് ശരിക്കും ഫിറ്റ്നസ് അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ മെഷർ ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് എത്ര ഉണ്ട്? അല്ലെങ്കിൽ സ്ലീപ്പ്, ഇഫ് ഇറ്റ് കീപ്സ് യു മോട്ടിവേറ്റഡ്. ഇപ്പം ഈ ചോദ്യത്തിൽ ഇപ്പം ഗാഡ്ജറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ how much is gadgets important in our day-to-day life? It is not. 10 കൊല്ലം മുമ്പ് നമ്മളെ ഹാർട്ട് റേറ്റ് നോക്കിയിട്ടല്ല ആൾക്കാർ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
അർണോൾഡ് ഷ്വാർസ്നെഗർ സ്റ്റെപ്പ് കൗണ്ട് വെച്ചിട്ടല്ല. പണ്ടത്തെ ട്രെഡ്മിൽ ഓർമ്മയുണ്ട്, ഒരു 4 മറ്റേ റോളറിന്റെ മുകളിൽ ബെൽറ്റ് ഉണ്ടാവും. അയ്യോ, ഒരു 4 റോളറിന്റെ മുകളിൽ ഒരു ബെൽറ്റ് ഉണ്ടാവും. നമ്മൾ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ ആ റോളർ സ്പീഡിൽ ഓടും. അതിനനുസരിച്ചിട്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ജിമ്മിൽ ഉണ്ടായിരുന്നത് ഇതായിരുന്നു, ഇങ്ങനത്തെ ഒരു ബെൽറ്റ് ആയിരുന്നു. അപ്പോൾ അതിലും ആൾക്കാർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താന്ന് വെച്ചാൽ ടെക്ക് വളരുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ ലേസി ആയിക്കൊണ്ടുവന്നു. അപ്പോൾ ഈ ലേസി ആയിക്കൊണ്ടിരുന്ന ആൾക്കാരെ ബെറ്റർ ആക്കാൻ വേണ്ടി വീണ്ടും ടെക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചിന്തിച്ചു നോക്കുക. ബിക്കോസ് ഇപ്പം ഒരു 5-10 കൊല്ലം മുമ്പ് വരെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പലചരക്ക് കടയിലുള്ള ആളെ നമുക്ക് പരിചയമുണ്ട്. വാസുവേട്ടനോ രാമേട്ടനോ ആരാന്ന് വെച്ചാൽ നമുക്ക് പരിചയമുണ്ട്. അവരുടെ അടുത്ത് പോയി സാധനം മേടിച്ച് അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് മേടിച്ച് വരുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഇൻസ്റ്റമാർട്ട്, സ്വിഗ്ഗി, സെപ്റ്റോ, ബ്ലിങ്കിറ്റ്സ് കുറേ ഉണ്ടല്ലോ. അങ്ങനെ ഒന്ന് ആലോചിക്കാൻ നമ്മുടെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനി ഫ്യൂച്ചറിലേക്ക് ഇനി റെസ്ട്രിക്റ്റഡ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ ഇപ്പം ഇതിൻ്റെ ഗാഡ്ജറ്റ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ ഈ വെയറബിൾസ് ഭയങ്കര ട്രെൻഡാണെന്നല്ലോ. ഇപ്പോൾ ഫിറ്ററിൻ്റെ അവരും ഒരു റിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗാംബിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗാംബിറ്റ് എന്നാണോ പേര്, ഒരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ വൂപ്പ് വന്നിട്ട് ഗാർമിൻ ഉണ്ട്, വൂപ്പ് ഉണ്ട്, പിന്നെ അൾട്രാ ഹ്യൂമൻ ഉണ്ട്, റിങ്ങും പാച്ചും. അതെ 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 അതെ. അപ്പോൾ ഇതിൽ ഈ മാർക്കറ്റ് എത്ര ഹ്യൂജ് ആണ്? അവിടെ ഒരു സ്കോപ്പ് ഇല്ലേ? The market is huge. The market is definitely huge. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ, അപ്പം അൾട്രാ ഹ്യൂമൻ ഇരുന്ന ആദ്യം നമ്മളുടെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്ന പാച്ച് ഇറക്കിയത്. ഇമ്മീഡിയറ്റ്ലി ഹെൽത്തി ഫൈമി പോലത്തെ ഒരു ബ്രാൻഡ് ചീപ്പറായിട്ട് ഇത് ഇറക്കി. പിന്നെ അടുത്തൊരു ബ്രാൻഡ് ഒന്നും അതിലും ചീപ്പറായിട്ട് ഇറക്കും. സോ ബേസിക്കലി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഹൈപ്പറൈസ് എന്നൊരു ബ്രാൻഡ് ചെയ്യുന്ന ആദ്യമായിട്ട് നമ്മളെ മസാജ് ഗൺസ് ഓർമ്മല്ലേ? ഇപ്പൊ അത് ഭയങ്കര ഈസി ലെവലാണ്, ഒരു ഗണ്ണ് പോലെ ഉണ്ടാവും. ഹൈപ്പറൈസ് എന്നൊരു ബ്രാൻഡ് ചെയ്യുന്ന ആദ്യം US ബേസ്ഡ് ഒരു ബ്രാൻഡാണ്. ഞാനൊരു 4 കൊല്ലം മുമ്പ് അത് മേടിച്ചിട്ടുണ്ട്. അന്ന് അതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ കൊടുത്തിട്ട് 47,000 രൂപ 50,000 രൂപയായിട്ടാണ് ഞാൻ കൊടുത്തത്. ഇപ്പൊ അതേ സെയിം സാധനം 20,000 രൂപ കിട്ടുന്നുണ്ട്. സെയിം സാധനം ചൈന ബേസ്ഡ് പറഞ്ഞാൽ 2,000 രൂപക്ക് സാധനം, 2,000-3,000 രൂപക്ക് സാധനം ഉണ്ട്. സോ ദ മാർക്കറ്റ് ഇസ് സോ ഹ്യൂജ്. ബിക്കോസ് ഇപ്പം ഫിറ്റ്നസ് എന്നുള്ള ബ്രാൻഡ്, അതായത് FIT ഫിറ്റ് ഹെൽത്ത് എന്നുള്ള ഈ 2 വേർഡും പിന്നെ വെൽനെസ് ഇസ് എക്സ്പ്ലോയിറ്റഡ് സോ മച്ച്. ഈ 3 വേർഡ് യൂസ് ചെയ്യുന്ന എന്തിനും മാർക്കറ്റിൽ ആൾക്കാർ റെഡിയാണ് പേ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഏതൊരു ഫുഡ് പ്രോഡക്റ്റ് എടുത്തു നോക്കിയാലും എല്ലാ ഫുഡ് പ്രോഡക്റ്റിന് ഒരു ഫിറ്റർ വേർഷൻ ഉണ്ടാവും, എല്ലാ ഫുഡ് പ്രോഡക്റ്റിന് ഒരു ഹെൽത്തിയർ വേർഷൻ ഉണ്ടാവും. വൈ? ബിക്കോസ് മൾട്ടിനാഷണൽ കമ്പനീസ് അങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഈവൻ മൾട്ടിനാഷണൽ കമ്പനീസ് അങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാവും. എല്ലാവരും അതിലേക്ക് പോയി തുടങ്ങി, എല്ലാവരും ഫിറ്റർ വേർഷൻ, ഹെൽത്തിയർ വേർഷൻ എന്നുള്ളത്. ബിക്കോസ് ആൾക്കാർ ഒന്നും വേണ്ട, ആൾക്കാർ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഈ ഫ്രണ്ടത്തെ ലോഗോ അല്ലാതെ തിരിച്ച് നിർത്തിയിട്ട് കണ്ടന്റ് വായിക്കാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. വായിക്കാൻ തുടങ്ങിയത് ഇസ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. ബിക്കോസ് നമ്മൾ പണ്ട് എന്താണ് നമ്മുടെ ഏറ്റവും ഹെൽത്തി ഡ്രിങ്ക്, എനർജി ഡ്രിങ്ക് ആയിരുന്നു നമ്മുടെ എന്തായിരുന്നു ഫസ്റ്റ് ഓർമ്മ വരുന്ന എപ്പോഴും ഞാൻ എടുത്ത് തിരിച്ചു വായിച്ചു നോക്കിയിട്ടുണ്ടോ? പറയാൻ പാടില്ല, പക്ഷെ ഒന്ന് തിരിച്ചിട്ട് ഇപ്പൊ വീഡിയോ കാണുന്നവരൊന്നും അത് തിരിച്ചു നോക്കിയിട്ട് അതിന്റെ കോണ്ടന്റ് വായിച്ചു നോക്കാം. ഇപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർ ചേഞ്ച് ആയല്ലോ അല്ലെ? ഹോർലിക്സ് അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. സി ബിക്കോസ് ദാറ്റ്സ് ദ പവർ ഓഫ് ബ്രാൻഡിങ്. ബിക്കോസ് നമ്മുടെ മുമ്പിൽ സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ട് ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി പറഞ്ഞു കഴിഞ്ഞാല് ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾക്കൊക്കെ ബൂസ്റ്റ് കുടിച്ച സച്ചിനാവും, ഇനി ഒരു രക്ഷല്ല. ഇന്ന് വന്ന് അത് കുടിച്ചിട്ട് 4 6 അടിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. ദാറ്റ് ഇസ് ദ പവർ ഓഫ് ബ്രാൻഡിങ്. അത് ഇംപ്രിന്റ് ആയി നമ്മളെ കയ്യിൽ. നമ്മൾ നൊസ്റ്റാൾജിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൂസ്റ്റ് കുടിച്ചു പോകും. ഇപ്പൊ ഇന്നും ഞാൻ പറയാം, ബൂസ്റ്റിന് ഞാൻ എത്ര കുറ്റം പറഞ്ഞാലും ഇന്നും ഞാൻ ഇപ്പോൾ നമ്മളെവിടെങ്കിലും ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറ്റുമെങ്കിൽ ബൂസ്റ്റ് കുടിക്കാൻ നോക്കും.
ബൂസ്റ്റ് ഉണ്ട് ചേട്ടാ, പക്ഷെ ഷുഗർ ഇടാതെ എടുക്കും, ബിക്കോസ് ആവശ്യത്തിന് ഷുഗർ അതിൻ്റെ അകത്തുണ്ടല്ലോ. അതെ. അത് ബിക്കോസ് അത് നമ്മുടെ നോസ്റ്റാൾജിയയില് ബിൽഡായി അവിടെ എംപ്രിന്റ് ആയി കഴിഞ്ഞു. അതിനെ എടുത്ത് മാറ്റണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടാണ്. ഓക്കെ, ഇപ്പോൾ 8-9 വർഷമായല്ലോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഒരുപാട് ക്ലയൻസിനെയും ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കോമൺ ആയിട്ട് നമ്മളെ ക്ലയൻസിൻ്റെ ഇടയിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു ഈ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള മിത്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റുക? ചോറ് ആ ഒഴിവാക്കണം, ആ ചപ്പാത്തി കഴിച്ച ബെറ്റർ ആണ്, ചോറ് ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വയറ് ചാടുന്നത് ചോറ് കാരണമാണ്. അത് വൺ ഓഫ് ദി മെയിൻ റീസൺ. നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ചോറല്ല പ്രശ്നം, ചോറിന്റെ ക്വാണ്ടിറ്റിയാണ് പ്രശ്നം. പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ, റൈസ് ഓർഡർ ചെയ്യുമ്പോൾ അവര് റൈസ് തരുന്ന എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയൊരു കപ്പിലാണ്, അത് മതി നമുക്ക്. പക്ഷെ നമ്മൾ ശീലിച്ചു പോയി, കറിയൊക്കെ കൂട്ടി. അതാണ് ശീലങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ തോട്ട് പ്രോസസ്സും ശീലങ്ങളാണ് മാറ്റേണ്ടത്. ബിക്കോസ് ചോറിനല്ല, ഒരു ഫുഡിനെ നിങ്ങൾ വില്ലനാക്കരുത്. ഇപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, റൈറ്റ് ഇൻഫർമേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നാൽ ഒന്നും തിന്നാൻ പറ്റില്ല. ഈവൻ വെള്ളം വരെ അധികം കുടിച്ചാൽ കിഡ്നിക്ക് കേട്. ഞാൻ അതും കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, എന്റെ പൊന്നു മോനെ, വെള്ളത്തിനെങ്കിലും വെറുതെ വിട്. ആകെ ബാക്കി ഉണ്ടായിരുന്നു അത് മാത്രമാണ്. ഇനി അതും കൂടി എനിക്കൊരു ഐഡിയ ഇല്ല. ഇവരൊക്കെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ല, എന്ത് സാധനത്തിന്റെയും പോസിറ്റീവും നെഗറ്റീവിന്റെയും റിസർച്ച് പേപ്പേഴ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എല്ലാത്തിനെയും കയറി വില്ലനാക്കല്ലേ. എല്ലാ ഫുഡും യു ടേക്ക് നെയിം എനി ഫുഡ്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ എതിരെ ഒരു റീൽ ഇല്ലാതിരിക്കില്ല. കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലേ നമുക്ക് വ്യൂസും ഇതൊക്കെ കിട്ടുള്ളൂ. കോണ്ടന്റ് ക്ഷാമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം. ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ക്ഷാമമല്ലല്ലോ. സോ ഇത് ഒരു മിത്താണ്. പിന്നെ വേറെ കോമൺ ആയിട്ട് കേൾക്കാറില്ല വേറെ പ്രോട്ടീൻ പൗഡർ സ്റ്റെറോയിഡ് ആണെന്ന്. പക്ഷെ അത് കുറെ മാറിട്ടോ, ആൾക്കാരുടെ തോട്ട് പ്രോസസ് കുറെ. പക്ഷെ അത് മുന്നേ ഞാനൊരു പോഡ്കാസ്റ്റിൽ കണ്ടിട്ടുണ്ട്, ഒരു 40% ഓഫ് ഈ പ്രോട്ടീൻ പൗഡേഴ്സിലും പ്രശ്നം ഉണ്ടായത് കെമിക്കൽസ് വേറെ എന്തൊക്കെയോ. അത് ബേസിക്കലി ഒന്ന് ജെന്യൂൻ പ്രോഡക്ട്സ് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഇതേപോലെ തന്നെ അപ്പം ബെറ്റർ യു ബൈ ഫ്രം ലൈക്ക് ഓത്തറൈസ് സപ്ലയേഴ്സ്. നമ്മളെ ജിമ്മിലൊക്കെ പറയുന്നത് ദുബായിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ലത്, ഇവിടുന്ന് മേടിക്കരുത് എന്നൊക്കെ. അതിലൊക്കെ എന്താ കാര്യമുണ്ടോ? ഇപ്പം കാലം മാറി ജെന്യൂൻ സപ്ലയേഴ്സ് ഒക്കെ കുറെ വന്ന് കേരള മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ വേണമെങ്കിൽ ഓൺലൈനിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ അത്രയും ഈസിയർ ആയിട്ടുണ്ട്. അപ്പം അതിലൊന്നും അങ്ങനെ വലിയ കാര്യം ഞാൻ കാണുന്നില്ല. ഇപ്പം മാസ് പ്രൊഡക്ഷനുള്ള കുറച്ച് വൈഡായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സ്, ഇപ്പോൾ എംബ്ലേസ് ഒക്കെ പോലത്തെ, ശരിക്കും അവരെയും നമ്മൾ തിരിച്ചു നിർത്തി വായിക്കേണ്ട സീനുണ്ടോ? എന്തൊക്കെയാണ് കോണ്ടന്റ്സ് ഉള്ളത്? കോണ്ടന്റ്സിനെക്കാട്ടിയും കൂടുതൽ ഇന്ത്യൻ ബ്രാൻഡ്സ് എത്രത്തോളം റിലയബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് വരാറുണ്ട്. ഇപ്പം എനിക്ക് പ്രൊമോഷൻസും കാര്യങ്ങളിലും ഈ പറഞ്ഞ മസിൽ ബ്ലേസ് ആയാലും കുറേ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഐ ഡോണ്ട് ഡു പെയ്ഡ് പ്രൊമോഷൻസ്. ഇഫ് ദ പ്രോഡക്റ്റ് ഇസ് ഗുഡ് ഐ ഡു ഇറ്റ് ഫോർ ഫ്രീ. ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അത് ഞാൻ ചെയ്യാറ്. അപ്പോഴൊക്കെ അവർക്ക് ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പേജിൽ വേണം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഇഫ് ദ പ്രോഡക്റ്റ് ഇസ് ഗുഡ് ആൻഡ് ഐ എം ഗെറ്റിംഗ് റിസൾട്ട്സ് ഡെഫിനറ്റ്ലി. അപ്പം ആ കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണ് ഐ എം ലൈക്ക് ഓക്കെ വാട്ട് ആർ ദേ ഇന്റൻറ്റിങ്. ഇന്ത്യൻ ബ്രാൻഡ്സ് വളരെ ചുരുക്കം ബ്രാൻഡ്സ് നമുക്ക് വിരലിടാവുന്ന ബ്രാൻഡ്സ് ഇപ്പം പറയാൻ പറ്റുള്ളൂ ദേ ആർ ഡൂയിങ് ഗുഡ് എന്നുള്ളത്. ഇപ്പം പുതിയതായി വന്നാണ് വീഗൻ പ്രോട്ടീൻ, അതിപ്പം ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ മിത്സിന്റെ കേസ് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ ഇൻടേക്ക് വളരെ ലെസ് ആയിട്ട് കിട്ടുള്ളൂ. വെജിറ്റേറിയൻസിന് അവരുടെ ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്ന പ്രോട്ടീൻ സോഴ്സസ് ആർ ദേർ. പക്ഷേ സപ്ലിമെന്റ്സ്, അതായത് വീഗൻ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ ഷാഹിദ് കപൂറൊക്കെ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ അല്ലേ? പുള്ളിക്ക് ഇപ്പോഴൊരു പുള്ളി നല്ല രീതിയിൽ ബൾക്കാവുകയും ലീനാവുകയും ഒക്കെ ചെയ്തിട്ടില്ല. സോ എനിക്കറിയില്ല, സത്യം പറയുന്നത് എനിക്കറിയില്ല. ഇഫ് ഇറ്റ്സ് പോസിബിൾ ഫോർ ദെം ദെൻ ഗുഡ് ഫോർ ദെം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് പ്രോപ്പഗാൻഡാസ് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗെയിം ചേഞ്ചേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു
വെബ് സീരീസ് കണ്ടു. വെബ് സീരീസ് അല്ല, ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. ഇഫ് യു ഹാവ് സീൻ ഇറ്റ്, ഒരു നിമിഷം ഞാൻ എൻ്റെ മറ്റേ ചിക്കണിനെയും പ്രോട്ടീനെയും ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. ആ ഒരൊറ്റ അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് എൻഡിലുള്ള പ്രൊപ്പഗാൻഡ സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആടിനെ പട്ടിയാക്കാൻ പറ്റുന്ന സൈസുള്ള ആൾക്കാരാണ് അതിൻ്റെ ബാക്കിലുള്ളത്. ബിക്കോസ് ദേ ഓൾ ഹാവ് എ വീഗൻ ബ്രാൻഡ് അവരുടെ പേരിൽ. അപ്പോൾ അതിൻ്റെ ഈവൻ ആ വീഡിയോയിൽ അർണോൾഡ് ഷ്വാർസനേഗർ വരെ ഒന്ന് പറയുന്നുണ്ട് വീഗൻ പ്രോട്ടീൻ ആയിരുന്നു കഴിക്കേണ്ടത്. വേർ ഹി വാസ് പ്രൊമോട്ടിങ് മീറ്റ് ആൻഡ് എവറിഥിങ് ഫോർ ദ പാസ്റ്റ് ഇത്രയും ഇയേഴ്സ്. അന്ന് ഞാൻ വീഗൻ കഴിച്ചിട്ട് ഞാൻ ഇതിലും അടിപൊളിയായിരുന്ന രീതിയിലൊക്കെ ഞാനത് കേട്ട് എൻ്റെ കിളി പോയിട്ടുണ്ട്. സോ നോ കമൻസ് ഓൺ ദാറ്റ്, ബിക്കോസ് ഞാൻ പഠിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ അറിയുന്നിടത്തോളം അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അറിയില്ലാത്തതിനുണ്ടാവാം, അങ്ങനെ പറയാം. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഭീകരനെ ശ്രദ്ധിക്കുന്നത് പാർവതി തിരുവോത്ത് പണ്ട് ഒരു സ്റ്റോറി ഇട്ടു. രാവിലെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നല്ല പൊടി ഇഡ്ലി ഗീ ഒക്കെ വെച്ചിട്ട് കഴിക്കുന്ന ഒരു സാധനം. അപ്പം ഞാൻ ലൈക്ക് ഒരു ട്രെയിനറിൻ്റെ കൂടെയാണ്. ട്രെയിനർ ഇങ്ങനെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒക്കെ ഫുഡ് കഴിക്കാൻ എലോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ പേജ് കാണുന്നത്. സോ നമ്മളെപ്പം കേൾക്കുന്ന കാര്യമാണ് 80% ഡയറ്റും 20% വർക്കൗട്ടും ആണ് വേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യം. ഇതിൽ എത്രമാത്രം ഒരു ശരി? I would say 100% മൈൻഡ് സെറ്റ് ആണ് കാര്യം. ഓക്കെ, എത്ര 20% ഡയറ്റും 80% വർക്കൗട്ടും ചെയ്താൽ ഇഫ് യു ആർ ഈവൻ സിമിലർ, ഇഫ് യു മൈൻഡ് സെറ്റ് ഇസ് നോട്ട് റൈറ്റ്, നത്തിങ് ഇസ് ഗോയിങ് ടു. മൈൻഡ് സെറ്റ് റൈറ്റ് എന്ന് പറയുന്നത് എവിടെയാ റൈറ്റ് ആവുണ്ടോ, എന്താ റൈറ്റ് ആവുണ്ടോ? If you are not mentally there, if you are not mentally prepared to do this, ഓക്കെ, no matter ഞാൻ പറഞ്ഞില്ലേ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് PT എടുത്താലും ഒരു ഫുൾ ടൈം ഷെഫ് നിങ്ങളെ ഫുഡ് തരാൻ റെഡി ആയാൽ പോലും ഇഫ് യു ആർ മെന്റലി നോട്ട് പ്രിപ്പയർഡ് ഓർ റെഡി ടു ഡു ദിസ്, യു കനോട്ട് ചേഞ്ച്. ഓക്കെ. അതിൽ ഈ മൈൻഡ് മസിൽ കണക്ഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. മൈൻഡ് മസിൽ കണക്ഷനെക്കാട്ടും കൂടുതൽ നമ്മൾ മൈൻഡിൽ നമ്മൾ ഈ ഒരു പ്രോസസ് ഇറ്റ്സ് സി സ്റ്റേയിങ് ഹെൽത്തി, സ്റ്റേയിങ് ഫിറ്റ് ഇസ് നോട്ട് റോക്കറ്റ് സയൻസ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇറ്റ് ഇസ് മെയ്ഡ് കോംപ്ലിക്കേറ്റഡ് ടു സെൽ ഫാസ്റ്റർ. ഇഫ് ഇറ്റ് ഇസ് മെയ്ഡ് കോംപ്ലിക്കേറ്റഡ് ഫോർ എ കോമൺ മാൻ ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഇസ് ഈസി ടു സെൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിയാണ്. കാലറി ഡെഫിസിറ്റ് കാര്യമില്ല, നിനക്ക് മറ്റേ ഇതിൻ്റെ ഇഷ്യൂ ഉണ്ട്, അപ്പം അതിൻ്റെ ലാക്ടോസ് ഇൻടോളറൻസ് കാരണം അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആണോ എന്നിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിന്റെ വീട്ടിൽ എടുത്താൽ മതി, ഓക്കെ എന്നാ പിടിച്ചോ. ആൾക്കാർ നമ്മളെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും ബെസ്റ്റ് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു ഫോക്കസ് ഫോർ റിക്കവറി എന്താണ്? സ്ലീപ്പ്. ഉറപ്പാണോ? വൈ ഇസ് ഇൻ പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് എ ലോട്ട്? എന്തുകൊണ്ട് ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല? യു കാൻ സെൽ സ്ലീപ്പ്. അത് വെക്കാൻ പറ്റില്ലല്ലോ, അവിടെ സെല് ചെയ്യാനൊന്നുമില്ലല്ലോ. അവിടെ സെല് ചെയ്യാനൊന്നുമില്ലല്ലോ. മാക്സിമം ഒരു മാട്രസ് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇട്ടുതരാൻ പറ്റും. അതിൽ കൂടുതൽ വാട്ട് യു വിൽ സെൽ? ട്രൂ. So it's always like that. Like it is made complicated to sell faster. ഓക്കെ. അല്ല, അപ്പോൾ എന്ത് ഫുഡ് കഴിച്ചാലും മൈൻഡ് സെറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. എന്ത് ഫുഡ് കഴിക്കുന്നതിനായിട്ട് കൂടുതൽ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. അതായത് എന്ത് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. മിക്ക ആൾക്കാരും എന്താ സംഭവിക്കുന്നത്, ഒരു ന്യൂട്രീഷൻ പ്ലാൻ എടുക്കും, ഒരു ട്രെയിനറെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വിശ്വസിക്കും, നീ അങ്ങോട്ട് ചെയ്തോ, എനിക്ക് അങ്ങോട്ട് തന്നാൽ മതി. ആ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് അവർ തരും. നേരെ മറിച്ച് ഇസ് ഇറ്റ് വർക്കിംഗ് ഫോർ മീ, ഡു ഐ ലൈക്ക് ദിസ്, വാട്ട് ഡു ഐ ഡോണ്ട് ലൈക്ക്, ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, ഇതിലെന്തൊക്കെ. ബിക്കോസ് അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലല്ലേ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് വർക്ക്സ് ഫോർ യു ഓർ നോട്ട്. ഒരു വർക്കൗട്ട് പ്ലാൻ തന്ന് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ പ്ലാൻ തന്ന് അത് ഫോളോ ചെയ്യാൻ പറയുന്നത് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ടാസ്ക് ഫോർ ദ ട്രെയിനർ. ന്യൂട്രീഷൻ പ്ലാൻ തന്നു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സയന്റിഫിക്കലി വി നോ ദാറ്റ് ഓക്കെ ഇത്ര കാലറി ഡെഫിസിറ്റിൽ ഇന്ന ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇത്ര വരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വെയിറ്റ് ലോസ് വരും. അതിന് പ്രത്യേകിച്ച് നേരെ മറിച്ച് വെൻ യു വർക്കിംഗ് വിത്ത് ദ ക്ലയൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ ക്ലയൻറ്റ് റിക്വയർസ്, ക്ലയൻറ്റ് ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി മോർ വർക്ക് ഫോർ ദ ട്രെയിനർ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനാണ് ഒരു സെറ്റപ്പ് പ്ലാൻ തന്ന് ഓക്കെ ഇത് ചെയ്തോ. ഓക്കെ. അതേപോലെ നമ്മൾ ഈ വർക്കൗട്ട്സ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്യുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഏറ്റവും
ഇപ്പം നമ്മൾ ലാസ്റ്റ് സജീവ് നായരായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി പറയുന്നുണ്ട് ഇപ്പം എല്ലാവരും ഓടാൻ പോവുകയാണ്, പക്ഷേ ഈ ഓടുന്നത് ആരൊക്കെ ബോഡിക്ക് ആപ്റ്റാണ് എന്നുള്ളതിനെ പറ്റി ആരും ആലോചിക്കുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേയും, ഫിറ്റ്നസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് എത്ര മാൻഡേറ്ററി ആണ്. ഇപ്പോൾ ബ്രോ എന്നെ നേരത്തെ പറഞ്ഞു ലാക്ടോസ് ഇൻടോളറൻ്റ് ആണെന്ന് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് അറിയാൻ പറ്റിയതെന്ന്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഈ ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് അതിനനുസരിച്ച് കാറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ ഡയറ്റ് ആണെങ്കിലൊക്കെ. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, എവിടെയാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ പ്രോസസ്സിൽ ചെയ്യുന്നത് നമ്മൾ ആദ്യം ക്ലയൻറ്റിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും. പിന്നീട് അവരുടെ ഫുഡ് ഇൻടേക്കിൻ്റെ പാറ്റേൺ, 5 days മീൽ ഹിസ്റ്ററി കളക്ട് ചെയ്യും. വാട്ട് ഓൾ തിങ്സ് യു ലൈക്ക് ടു ഈറ്റ്, വാട്ട് ഓൾ തിങ്സ് യു ഡോണ്ട് ലൈക്ക് ടു ഈറ്റ്. അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ന്യൂട്രീഷൻ വിങ്ങിലേക്ക് അത് പ്ലാൻ പോവുക. ദേ വിൽ പ്രിപ്പയർ ഇറ്റ്. ഇപ്പൊ കറന്റ്ലി എന്താണോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുകളിൽ എന്തൊക്കെ നമുക്ക് ആഡ് ഓൺസും ചേഞ്ചസും വരുത്തണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആസ് എ ഫസ്റ്റ് പ്രോസസ് ഇൻ ന്യൂട്രീഷൻ. വർക്കൗട്ടിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ദർ ഇസ് എ ടെസ്റ്റ്, മൊബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇഫ് അറ്റ് ഓൾ നമ്മൾ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ പ്രിസ്ക്രൈബ് ദം ടു ഫിസിയോ. നമുക്ക് തന്നെ ഇപ്പം കാലിക്കറ്റിലാണെങ്കിൽ നമുക്ക് വി ഹാവ് എ ഫിസിയോ ദർ, അല്ലെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ നമുക്ക് നമ്മളുടെ വോൾ ഫിസിയോ പോലത്തെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫിസിയോസ് ഉണ്ട്. അവരായിട്ട് കണക്ട് ചെയ്തിട്ട് അവരായിട്ട് ചെക്കപ്പ് ചെയ്യും. സോ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്ത് ഇഫ് വി നോ ദാറ്റ് ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ വിൽ സ്റ്റാർട്ട് മൂവിങ്. യൂഷ്വലി എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കും. അവർ ചെയ്യുന്നുണ്ട്, അവൻ അപ്പുറത്ത് ഇന്നലെ വരെ ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവും 3 മാസം 6 മാസം കൊണ്ടായിരിക്കും അത്രയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടുന്നത്. ഞാൻ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടാനായോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ശരീരം ഒന്ന് ഇറങ്ങി നോക്കണം. നേരെ കുറച്ച് മിക്ക സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്, ആദ്യമായി വരുന്ന ഒരാളെ കൊണ്ട് പട്ടിപ്പണി ഇടിപ്പിച്ചിട്ട് കൊല വിളിച്ചിട്ട് നോ പെയിൻ നോ ഗെയിൻ, യു ഗോട്ട് ദ പെയിൻ റൈറ്റ് നൗ, ടുമോറോ ഇസ് ദ ഗെയിൻ. ടുമോറോ ഗെയിൻ പെട്ടിയിട്ട് കൊണ്ടുകൊണ്ടിരുന്നില്ല. അതേപോലെ ഹോം വർക്കൗട്ട് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്? ലൈക്ക് കോവിഡ് ചേഞ്ച്ഡ് എവറിത്തിങ്. ആൾക്കാരുടെ തോട്ട് പ്രോസസ് ഓഫ് എവറിത്തിങ് ചേഞ്ച്ഡ്. ഞാൻ ഓഫീസിൽ പോയാലേ വർക്ക് നടക്കുള്ളൂ എന്നുള്ളതിൽ നിന്നും ഓഫീസിൽ 2 കൊല്ലം പോയിട്ടില്ലെങ്കിലും പണിയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള എല്ലാവരും മനസ്സിലാക്കിയത്. അതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫിറ്റ് ആയിട്ടുള്ളത് കോവിഡിലാണ്. ഒരുപാട് ആൾക്കാർ യോഗ സ്റ്റാർട്ട് ചെയ്തു. യോഗ മാത്രമല്ല, പല ആൾക്കാർ ട്രെയിനേഴ്സ്. ശരിയാണ്. കോവിഡ് ചേഞ്ച് ആ മെന്റാലിറ്റിയെ. ബിക്കോസ് കോവിഡിന് മുമ്പ് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോവിഡ് തുടങ്ങിയ സമയത്ത് നമുക്ക് ഇറ്റ് വാസ് വെരി ഈസി ഫോർ അസ് ടു ലൈക്ക് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പോൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് യുവർ കംഫർട്ട് ഓഫ് യുവർ ലൈക്ക് ഫിംഗർ ടിപ്സ്, റൈറ്റ്? നമ്മൾ ഒരു ലാപ്ടോപ്പിന്റെ സ്ക്രീന് തുറക്കുമ്പോൾ തന്നെ അത് ട്രെയിനേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓക്കെ. അതേപോലെ ഈ ഹോം വർക്കൗട്ടിൻ്റെ കേസ് പറയുമ്പോഴാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് പോകുന്നുണ്ട്. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് കണ്ടതാണ്. അതിൽ വെയിറ്റ് ഇല്ല, പക്ഷേ വെയിറ്റ് ഒരു അതിന്റെ റെസിസ്റ്റൻസ്. സോ അത് ദാറ്റ് വർക്ക്സ്. അതാണ് ഞാൻ പറഞ്ഞ ടെക്നോളജിക്കലി ദാറ്റ് വർക്ക്സ്. ബിക്കോസ് ആലോചിക്കണം, നമ്മളിപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സാധനം, ഇപ്പൊ ഡംബിൾ തന്നെ പൊക്കണമെന്നില്ല. ഡംബിൾ തന്നെ പൊക്കണമെന്നില്ല. പക്ഷെ അതും ആൾക്കാരുടെ മെന്റാലിറ്റി. അതാണ് ആൾക്കാർ മനസ്സിലാക്കാത്ത. ഡംബിള് പൊക്കിയിട്ടല്ലല്ലോ ഈ നമ്മളെ കൃഷിക്കാർ ഇവരതൊക്കെ ശരീരം എങ്ങനെയുള്ളത്. കോവിഡ് ടൈം കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതുപോലെ വെള്ളമൊക്കെ നിറച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡംബിൾ വാങ്ങിക്കാൻ പോലും കിട്ടാനില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സീരീസ് തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, സോ ദാറ്റ് പീപ്പിൾ വിൽ ബി ക്രിയേറ്റീവ് ആൻഡ് വർക്ക്ഔട്ട്. നമ്മുടെ റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു സാധനം എന്താണ്? ഞാൻ ഈ സോഫ പുഷ് ചെയ്ത് നോക്കുമ്പോൾ ഈ സോഫയ്ക്ക് ഒരു വെയിറ്റ് ഉണ്ട്, അത് പുഷ് ചെയ്യുകയാണല്ലോ ഞാനിപ്പോൾ ചെയ്യുന്നത് വിചാരിച്ചോ.
അതേ ഒരു സാധനം നമുക്ക് ഒന്നും വേണ്ട, എലാസ്റ്റിക് ബാൻഡ്സ്, റെസിസ്റ്റൻസ് എലാസ്റ്റിക് ബാൻഡ്സ് ഇല്ലേ, സെയിം പർപ്പസ് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് ബാൻഡ്സ്. റെസിസ്റ്റൻസ് ബാൻഡ്സ് ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷൻസ് ഞാൻ പറയും ഈ അടുത്ത കാലത്തുള്ളത് വെച്ചിട്ട്. ട്രാവൽ ചെയ്യുമ്പോൾ ഈ 4 കയറ് കെട്ടിയിട്ട് കൊണ്ടുപോയാൽ മതി. ഞാൻ ഇപ്പോഴും എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടോ റെസിസ്റ്റൻസ് ബാൻഡ്സ്, വേറെ ഒന്നുമല്ല. ബിക്കോസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ വെരി ഈസി. റെസിസ്റ്റൻസ്, ഇപ്പം നിങ്ങൾ പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ യു ആർ പുഷിങ് ഫ്രം ദ അതർ സൈഡ്. ആ റെസിസ്റ്റൻസിനെതിരെ പുഷ് ചെയ്യുമ്പോൾ ഐ എം യൂസിങ് മൈ സ്ട്രെങ്ത് ടു ഡു ഇറ്റ്. വെരി എഫക്റ്റീവ്. So the equipments are enough. Definitely. Okay. ബിക്കോസ് അതാ ഞാൻ പറഞ്ഞത്, ഇഫ് യു ഹാവ് ദ മൈൻഡ് സെറ്റ് ടു ഡു ഇറ്റ്. ഞാനല്ല ലൈക്ക് നിങ്ങൾക്കൊരു ജിമ്മിൻ്റെ ആവശ്യമില്ല, ഒരു യോഗ മാറ്റ് വിരിക്കുന്ന സ്പേസ് ഇസ് യുവർ ജിം. ആ സ്പേസിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സസൈസും ഇല്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ ഇത് കുറച്ച് ടോക്സിക് ആക്കിയിട്ടില്ലേ? ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രെൻഡിങ് ആണ് ആസ്റ്റൺ ഹാളിനെ കോപ്പി അടിച്ചുകൊണ്ട് വേറെ കുറേ ആൾക്കാർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സെയിം പരിപാടി. കോമഡി ആയിട്ട് തുടങ്ങിയ ആൾക്കാർ ജെന്യൂൻലി കോപ്പി അടിച്ചിട്ട് പോകുന്നത്. സോ അങ്ങനത്തെ ഒരു കൾച്ചർ, ഒരു ടോക്സിക് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നതും ഒരു പ്രശ്നമല്ലേ? ടോക്സിക് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെക്കാട്ടിയും കൂടുതൽ ഏറ്റവും ഡേഞ്ചർ ഉള്ളതെന്ന് വെച്ചാൽ റോങ് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്. സോ ബേസിക്കലി ടോക്സിക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ടോക്സിക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഇപ്പം യുവർ ടോക്സിസിറ്റി ഈസ് നോട്ട് മൈ ടോക്സിസിറ്റി. ബട്ട് മെന്റാലിറ്റി ഡിഫറൻസ് ഉണ്ട്. ഓരോ ആൾക്കാർക്ക് ഓരോ ലെവൽ ഓഫ് ഇതാണ്, ടോളറൻസ് ആണ്. എനിക്കെപ്പോഴും എൻ്റെ എപ്പോഴും പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഈ സ്റ്റെറോയിഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആത്ലീറ്റ്സ് ഉണ്ടെങ്കിൽ they are giving wrong information that they are natural. അത് ഭയങ്കര ഒരു കോൺട്രഡിക്ടറി ആയിട്ട് എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ആ നാച്ചുറൽ ആണെന്ന് അവർ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആസ്പയറിംഗ് ആയിട്ടുള്ള അവരുടെ ഫോളോവേഴ്സും ഫാൻസും ആൻഡ് യങ് ജനറേഷൻ വിൽ ഓൾവേസ് തിങ്ക് ദാറ്റ് ഞാൻ എത്ര വർക്കൗട്ട് ചെയ്താലും ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല. ബിക്കോസ് ആ ലെവലിൽ എത്തണമെങ്കിൽ യു ആർ ആൻ എൻഹാൻസ് ആത്ലീറ്റ്. അപ്പോൾ നാട്ടിൽ ലോക്കൽ ജിമ്മിലെ ട്രെയിനർ പറയും, എൻ്റെ ശരീരം അങ്ങനെ ആക്കിയത് ഈ സാധനം അടിച്ചിട്ടാ, ഇങ്ങോട്ട് പോകാൻ ഞാൻ ശരിയാക്കി തരാം, അങ്ങോട്ട് ഇൻജെക്ട് ചെയ്തോളൂ. അതും ഒരു പ്രശ്നമല്ലേ? ഐ മീൻ കൂടുതൽ ആളുകളും ഒരു പെർഫെക്റ്റ് ബോഡി ബിൽഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ സ്റ്റെറോയിഡ്സിലേക്ക് മൂവ് ചെയ്യും. അത് എത്ര കൊല്ലങ്ങളായില്ലേ നമ്മളിതൊക്കെ പറയുമെങ്കിലും നാളെ ഷാറൂഖ് ഖാൻ ഒരു 6 പാക്കിന്റെ ബോഡി ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കത്തൂലേ? നെസ്ലന്റെ ഒരു ബോഡി കണ്ടപ്പോൾ തന്നെ ഇന്റർനെറ്റ് കത്തിയപ്പോൾ അതിലൊന്നും തെറ്റ് പറയാനില്ല. ബിക്കോസ് ആസ്പയറിംഗ് ടു ഹാവ് എ ബോഡി ലൈക്ക് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗുഡ്. പക്ഷേ പ്ലീസ് ഡോണ്ട് ടേക്ക് ഷോർട്ട് കട്ട്സ് എടുത്തിട്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നതിൽ പിന്നീട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് വരരുത്. നാച്ചുറൽ ആയിട്ടുള്ള ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള വെരി റീസെൻ്റ്ലി കുറേ അങ്ങനത്തെ ഒരു നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് മറ്റേ ബോഡി ബിൽഡിങ് ഷോസ് ഉണ്ട്. ഓക്കെ. യെസ് അത് കേരളത്തിലുണ്ട്. നമ്മളൊരു ക്ലോസ് ഫ്രണ്ടാണ് ഡെന്നിസ് തോമസ് എന്നിട്ട്. അവരാണ് നമ്മുടെ മാർക്കോല ഉണ്ണിമുകുന്ദന്റെ ഒക്കെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്. ഹിം ആൻഡ് ഹിസ് ബ്രദർ പുന്നൻ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും നാച്ചുറൽ ബോഡി ബിൽഡിങ് ഷോന്റെ പ്രെപ്പിന് വേണ്ടിയുള്ള ആത്ലീറ്റ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ദേ ആർ വർക്കിംഗ് ഫോർ ഇറ്റ്. എലീറ്റ് ആൻഡ് ഫിറ്റ്നസ് എന്ന ഒരു ബ്രാൻഡ് ഉണ്ട് അവർക്ക്, ഇതിനു വേണ്ടി മാത്രം. ഇപ്പൊ ശരിക്കും ഒരു 8+ years ആയില്ലേ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ, ഒരുപാട് പേരെ ട്രെയിനും ചെയ്തു. ആൾക്കാർ ഈ ഫിറ്റ്നസ്സിലേക്ക് വരുമ്പം ചെയ്യുന്ന ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ആൾക്കാർ ഫിറ്റ്നസ്സിൽ വരുമ്പം ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. നല്ല ചോദ്യം, ദൈവമേ, ആദ്യമായിട്ട് ആലോചിക്കുന്ന ഒരു സമയം. ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഐ വുഡ് സേ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം. ഫോം കറക്റ്റ് ആവാതെ എക്സസൈസ് ചെയ്യാം, അങ്ങനെ പറയാം. ഓക്കെ. അതായത് നമ്മൾ ചെയ്യുന്ന എക്സസൈസിന്റെ ഫോം കറക്റ്റ് ആവാതെ നമ്മൾ എക്സസൈസ് ചെയ്യും, അത് ചെയ്തിട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് വരുത്തും.
ആ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ജിമ്മിന്റെ പേരിലിടും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ട്രെയിനറുടെ പേരിലിടും, ഇല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രെയിനറിനെ മിസ്റ്റേക്കിന് ട്രെയിനറാണ് ശ്രദ്ധിക്കേണ്ടത് ഫോം കറക്റ്റ് ആണെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ എടുത്ത ആ എവിടെ നിന്നാണോ ആ പ്രോഗ്രാം എടുത്ത അതിൻ്റെ ഇതിലേക്ക് ഇടും. സോ ബേസിക്കലി നമ്മുടെ ഫോം കറക്റ്റ് ആണോ, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം, ബിക്കോസ് നമ്മൾ മസിൽ മെമ്മറിയിലേക്ക് വരണ്ടേ. അപ്പം ഞാൻ ഇന്ന മൂവ്മെന്റ് ചെയ്യുമ്പം ഇന്നതാണ് ഈ മസിൽസ് ആണ് ആക്ടിവേറ്റ് ആവുന്നത് എന്നുള്ളത് ഒന്ന് രണ്ട് കുറച്ച് കാലം എടുത്ത് മസിലിൽ മെമ്മറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പം നമുക്ക് തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓവർലോഡ് വരുമ്പോഴേക്കും ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്ത് ഇപ്പം ഞാൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള ഫോം കാണിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. ബിക്കോസ് നമ്മളത് കറക്റ്റ് ചെയ്ത് ശീലിച്ച് പിന്നെ അഭിനയിക്കാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഓവറായി പോകും. ഇപ്പൊ വുമണിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ വർക്ക്ഔട്ട് തന്നെ പല ടൈപ്പ് ഉണ്ടെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ശരിക്കും വുമൺ ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? വുമൺ ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മുടെ ഏജ് കൂടുന്നതിന് ഇപ്പം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അബവ് 30 ആയി കഴിഞ്ഞാൽ നമ്മളുടെ മസിൽ ലോസ് സ്റ്റാർട്ട് ആവും. നമ്മൾ മസിൽ ലോസ് ആസ് ഇൻ നമ്മുടെ മസിൽ റിട്ടൻഷൻ കുറയും. നേരെ മറിച്ച് നമ്മൾ അതിനനുസരിച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് കാര്യങ്ങളും ചെയ്ത് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മസിൽ റിട്ടൻഷനും അതേപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യൂഷ്വലി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് എന്നുള്ളത് കോൺസെപ്റ്റിൽ നേരെ കാർഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുക. കാർഡിയോന്റെ കൂടെ തന്നെ നമ്മൾ സ്ട്രെങ്ത്, അത് എന്ത് സ്ട്രെങ്ത്തും ആവാം. നമ്മളിപ്പോൾ നേരെ പോയിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെന്നല്ല, വളരെ ബേസിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയാലും സ്ട്രെങ്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ബിക്കോസ് ഫീമെയിൽ ക്ലയൻസിന് പ്രത്യേക ഒരു ഇതാണ്, ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ബൾക്കി ആവുമോ, ആമ്പിള്ളേരെ പോലെ ആവുമോ, ആ ഒരു തോട്ട് പ്രോസസ്സാണ് ഫസ്റ്റ് വരിക. ഒരിക്കലും ഇല്ല. നമ്മളുടെ ടെസ്റ്റോസ്റ്ററോൺ ആണ്, നിങ്ങൾക്കതല്ല. നിങ്ങൾ നമ്മളെപ്പോലെ ആവണമെങ്കിൽ കുറേ കഷ്ടപ്പാടുണ്ട്, നമുക്ക് നിങ്ങളെപ്പോലെ ആവണം കുറേ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ അങ്ങനെ ആവാൻ. എനിക്ക് മസിൽ വേണ്ട, എനിക്ക് ടോണായാൽ മതി. ഈ മസിൽ വേണ്ട ടോണായാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മാത്ത്, ഒരു സയൻസ് പറഞ്ഞുതരാം. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ അല്ല, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് പോകുന്നത്? ഓരോ ആൾക്ക് ഓരോന്നോരോന്ന് വെച്ച് പറഞ്ഞത്. ഫസ്റ്റ് വാട്ടർ കണ്ടന്റ് വേണം. ഫാറ്റ് വേണം, അല്ല ഫാറ്റ് പോകും. വെയിറ്റ് ലോസ് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു 100 കിലോന്ന് ഞാനൊരു 80 കിലോ ആയി. അതിൽ എന്തൊക്കെ പോയി? വാട്ടർ പോയി, ഫാറ്റ് പോയി. പിന്നെ വേറെ ഒന്നുമില്ലേ? ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. എന്താ പോവാ? ബാക്കിയൊക്കെ വേണ്ടേ? അല്ല, ബാക്കി എന്തൊക്കെയാ പോവാ? വേറെന്താ പോവാ? എന്താ പോവാ? മസിൽ പോവില്ല. നമ്മുടെ ബോഡി ട്രെയിൻ ചെയ്യുന്ന സമയത്ത്, വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അറിയില്ല. അതായത് ബോഡി മസിലിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ഫാറ്റും വെള്ളവും മാത്രമല്ല കൊണ്ടുപോകുക. ആൾക്കാരുടെ ആദ്യം ആ തോട്ട് പ്രോസസ് എടുത്ത് മാറ്റണം. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ മസിൽ പോവും, വാട്ടർ പോവും, നമ്മളുടെ എന്താ പറയുന്നത് ഫാറ്റ് പോവും, അങ്ങനെ പലതും പോകുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കാതെ എന്താ വെച്ചാൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ 90 കിലോ 100 കിലോ 80 കിലോ 20 കിലോ ഫാറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറേ മസിലും പോയിട്ടുണ്ട്. അത് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മസിൽ റിട്ടൻഷൻ. അതായത് ഇപ്പം ഈ ഒരു സൈസിൽ നിന്ന് കുറയുമ്പം നമ്മളുടെ ബോഡിയിൽ നിന്ന് മസിൽ പോവാതിരിക്കാൻ വേണ്ടി മസിൽ റിട്ടൻഷൻ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ പ്രോട്ടീൻ ഇൻടേക്ക്. എന്താണ് പ്രോട്ടീൻ ഇൻടേക്കിൽ വരുന്നത്? പ്രോട്ടീൻ ഇൻടേക്കിൽ ബേസിക്കലി നമ്മളുടെ മസിൽ, ഇപ്പോൾ നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ മസിൽ ബിൽഡ് ആവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ വർക്കൗട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ എക്സ്റ്റൻഷനും ഇതും ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അവിടെ മസിൽ ടിഷ്യൂസ് ബ്രേക്കായി നമ്മൾ റെസ്റ്റ് ആൻഡ് റിക്കവറി കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആൻഡ് നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷൻ ബോഡിയിലേക്ക് കയറുമ്പം അതാണ് ഈ മസിൽ ഫൈബേഴ്സിനെ പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ തോട്ടിൽ എന്താ വരുന്നത്? ജിമ്മിൽ പോകുന്നു, മസിൽ ഉണ്ടാക്കും. ജിമ്മിലല്ല നിങ്ങൾ മസിൽ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഈ പ്രോപ്പർ റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഈ റിക്കവറിക്ക് ഇത്ര ഞാൻ പുഷ് ചെയ്യുന്നത്. റിക്കവറി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ക്രിസ്കത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളി പറയുന്നുണ്ട് സ്ലീപ്പും അതേപോലെ തന്നെ ഐസ് ബാത്തുമാണ് ഏറ്റവും ബെസ്റ്റ് റിക്കവറി. ഈ ഐസ് ബാത്തൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ട്രെൻഡായ സംഭവമല്ലേ, അതിലൊക്കെ കാര്യമുണ്ട്? ഐസ് ബാത്ത് ആക്ച്വലി ഞാൻ ആദ്യം കേൾക്കുന്നത് എൻ്റെ ഒരു US ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. സോ ഷീ വെൻ ടു ഡേവിഡ് വിം ഹോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിം ഹോഫ് എന്നുള്ള ഒരു ഹീസ് നോൺ ആസ് ഐസ് മാൻ. അങ്ങനെയാണ് ഈ ഐസിൻ്റെ പരിപാടികൾ മിക്ക ആൾക്കാർക്കും കാണിച്ചു കൊടുക്കലും പഠിക്കലൊക്കെ. ദാറ്റ്സ് വെൻ ഐ ഹേർഡ് അബൌട്ട് ദിസ് പേഴ്സൺ. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കുന്നത്. ആൻഡ് നമുക്ക് ഓൾറെഡി നമുക്കൊരു പ്രീ പ്രൂവ്ഡ് നോഷൻ ഉണ്ടാവില്ല. ലൈക്ക് ആദ്യം നമ്മൾ എന്ത് ഔട്ട്സൈഡ് നമുക്കറിയാത്ത നമ്മളെ നോളജിൻ്റെ പുറത്ത് എന്ത് വന്നാലും അതൊക്കെ വെറുതെ ട്രെൻഡാണ്, പരിപാടിയാണ്, ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി. ഇറ്റ് ഹെൽപ്സ്, റിയലി ഹെൽപ്സ്. അതിനുശേഷം നമ്മളുടെ 2 ഫെസിലിറ്റീസിൽ നമ്മൾ ഐസ് ബാത്തിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിക്കവറി അല്ല, സ്ലീപ്പ് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചേഞ്ച് ചെയ്യും. എങ്ങനെയാ? സോ ബേസിക്കലി നമ്മളുടെ സ്ലീപ്പ്, നോക്കൗട്ട് സ്ലീപ്പ് എന്നൊക്കെ പറയില്ല, നമ്മൾക്ക് ഡീപ്പ് സ്ലീപ്പ് ഇല്ലേ, അത് കൂടുതൽ കിട്ടാൻ തുടങ്ങും. ഐസ് ബാത്ത് ഹെൽപ്സ് എ ലോട്ട്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു വേറെ തന്നെ പോഡ്കാസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ. അപ്പോൾ അത്രയും നല്ലതാണെന്നാണ്? അത്രയും ഡിഫറൻസ് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്തവരൊക്കെ, ബിക്കോസ് ആ ട്രൈ ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ടിയാണ്. ആ ട്രൈ ചെയ്യുമ്പം പിന്നെ നമുക്ക് എല്ലാത്തിനോടും ആദ്യം തന്നെ ഇത് വെറുതെയാണ്, ഇത് കുറച്ച് ഓവറാണ്. ഐസ് ബാത്ത് പ്രൊമോട്ട് ചെയ്ത് എനിക്കൊന്നും കിട്ടാനില്ല. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ടബിൽ കുറച്ച് ഐസ് കൊണ്ടൊന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. എനിക്ക് ആരും തരാൻ മുകളിൽ പ്രൊമോട്ട് ചെയ്ത് വെച്ചിട്ട്. അതേപോലെ സ്ലീപ്പിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വെറുതെ ഉറങ്ങുന്നതും ക്വാളിറ്റി സ്ലീപ്പും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഈ ക്വാളിറ്റി സ്ലീപ്പ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുക? ക്വാളിറ്റി സ്ലീപ്പ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റേണ്ടി വരും. ഒന്നാമത് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പരിപാടിയാണ് കിടക്കുന്ന സമയത്ത് ഫോൺ സ്ക്രീൻ നോക്കുക, റീൽസ് കാണുക. ഒബ്വിയസ്ലി അതിപ്പോൾ ഉപദേശിക്കുന്ന ഞാൻ വരെ അങ്ങനെ തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ വാട്ടർ ഇൻടേക്ക് കറക്റ്റാണ്. നമ്മൾ എപ്പോഴേക്കും നമ്മുടെ വെള്ളം കുടിക്കുന്നത് കറക്റ്റാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾക്ക് ഭക്ഷണം വിശക്കുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺസ് വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാത്തത് മാത്രമായിരിക്കും. നമ്മളറിയില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല. ഈ റിക്കവറി പ്രശ്നമായതുകൊണ്ടാണോ പുനീത് രാജ്കുമാറിൻ്റെ ഒക്കെ കേസിൽ പുള്ളി? there will be several factors actually. പല ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ദേ ഹാവ് കോൺസ്റ്റന്റ് ട്രാവൽ. അപ്പോൾ ട്രാവൽ കഴിഞ്ഞിട്ട് ചിലപ്പം ലൈഫ് സ്റ്റൈൽ ഇസ് വെരി ടഫ് ആൻഡ് ഹാർഡ്. നമ്മളീ പുറത്ത് കാണുന്ന ഞാൻ കുറെ പ്രോജക്ട്സിൽ ഇവരെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. രാജ്കുമാർ എന്നല്ല, പക്ഷെ വേറെ സെലിബ്രിറ്റീസ് ട്രാവൽ. വി തിങ്ക് ദാറ്റ് ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ബിക്കോസ് അവർക്ക് എല്ലാത്തിനും ആൾക്കാർ കൂടെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഒന്നും ഭയങ്കര ഹെക്ടിക്കാണ്. രാവിലെ ഇവിടെ ആണെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ ഇരിക്കും, വൈകുന്നേരം അവിടെ ഇരിക്കണം, ഇവിടെ എല്ലായിടത്തും എത്തിപ്പെടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ദേ ഹാവ് ടു ഫൈൻഡ് മോട്ടിവേഷൻ ടു വർക്ക്ഔട്ട്. അപ്പം പല ഫാക്ടേഴ്സ് ആവാം. ബിക്കോസ് ഓൾറെഡി കാർഡിയാക് ഇഷ്യൂസ് ഉള്ള ഫാമിലിയാണ്. അതൊരു ഫാക്ടർ ആവാം. സ്ലീപ്പ് കറക്റ്റ് ആവാത്തൊരു ഫാക്ടർ ആവാം. അല്ലെങ്കിൽ റിക്കവറി പ്രോപ്പറായിട്ട് ചെയ്യാതെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്ക് പോയതാവാം. സോ സ്പെസിഫിക് ആയിട്ട് ഇതാണ് റീസൺ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവസാനം അത് എല്ലാം കൂടി മറ്റേ ജിമ്മിന്റെ തലക്കായി. ആ ട്രോഫി ജിമ്മിനാണ് കിട്ടിയത്. വേറെ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്ത ആൾക്കാർ ഇപ്പൊ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനത്തെ ന്യൂസസ് പൊതുവേ കാണാറുണ്ട്. അതൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് തന്നെ ആയിരിക്കാനാണോ ചാൻസ്? അവിടെയാണ് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും പൊളിഞ്ഞിരുന്നൊരു പരിപാടി. ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ എത്ര ആൾക്കാർ ആൽക്കഹോളും പിന്നെ സിഗരറ്റും ഒക്കെ ആയിട്ട് മരിക്കുന്നുണ്ട്. മൊത്തം ഒരു കൊല്ലത്തിൽ ചിലപ്പോൾ 1-2 മരണങ്ങളെ ജിമ്മിന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജിമ്മിന്റെ കാര്യത്തിൽ തീരുമാനമായി. അതിപ്പോ എന്ന് വെച്ചാൽ ഡെയിലി ജിമ്മിൽ പോകുന്നവരെ നമ്മൾ അത് പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുന്നത്. ഡെയിലി ഒന്നും പോയാൽ ഓവർ ജിമ്മായാലും പണ്ട് ചെയ്യുന്നില്ലേ? പണ്ട് നമ്മളെ ജിമ്മിന് താഴെ ഒരു കാക്ക വന്നിരിക്കും, മോനെ
അവിടെ മുകളിൽ പോയിട്ട് മറ്റേ ട്രെയിനർക്ക് പലതും വെള്ളത്തിലൊക്കെ തിലക്കി തരും. അതൊന്നും ശരീരത്തിന് മോശമാണ് കേട്ടോ. അതൊക്കെയാണ് ഇത് ചുണ്ടിന്ന് തരുത്തിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് ജിമ്മിൽ പോകാൻ പോകുന്ന ഒരുത്തനോട് മോനെ പ്രോട്ടീൻ പൗഡർ അടിക്കില്ല അറിയണത്. അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നോ ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കട്ട്. ഭയങ്കരമായിട്ട് ഇപ്പം നമ്മുടെ ഓഫീസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഷുഗർ കട്ടാ. അത് ഇനി പെട്ടെന്നൊരു ദിവസം ഈ ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നോ ഷുഗർ ഡയറ്റിലേക്കൊക്കെ പോകുന്നത്, ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? വാട്ട് വർക്ക്സ് ഫോർ യു? എപ്പോഴും ഞാൻ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ആദ്യം ചോദിക്കുന്നത് വാട്ട് വർക്ക്സ് ഫോർ യു? ഷുഗർ കട്ട് ചെയ്തു, ഓക്കെ, വിൽ യു ബി ഏബിൾ ടു ഡു ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് 6 months, 1 year, 2 years, 5 years? അല്ല, ഇപ്പം ആലോചിക്കുമ്പോൾ നടക്കൂല. പക്ഷേ ക്യാൻ യു ലിമിറ്റ് ഇറ്റ്? ഫസ്റ്റ് കട്ട് ചെയ്ത് പിന്നെ ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ഷുഗർ അഡിക്റ്റീവ് അല്ലേ? ഇറ്റ് ഈസ് വെരി അഡിക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഹാപ്പിനെസ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക? അതെന്തോ ഒരു ഡോപ്പമിൻ എന്തോ സംതിങ് തരുന്നുണ്ടാവും. ഞാനൊരു ചെറിയൊരു ഷുഗർ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഇത് പറയാം. നമ്മുടെ ചെറുപ്പത്തിൽ കുട്ടികളാവുന്ന സമയത്ത് വാട്ട് എവർ ഗുഡ് തിങ്സ് ദാറ്റ് വി ഡു, വാട്ട് ഡു വി ഗെറ്റ്? ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് വെച്ചിട്ടാണ് പറയാ. വാട്ട് എവർ ബാഡ് തിങ്സ് ദാറ്റ് വി ഡു, വാട്ട് ആർ വി നോട്ട് ഗോയിങ് ടു ഗെറ്റ്? സെയിം, ചോക്ലേറ്റ് കിട്ടൂല. സോ സ്വീറ്റ്നെസ്, ചോക്ലേറ്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇമോഷണലി വി ഹാവ് ബീൻ കണക്റ്റഡ് ടു ഗുഡ് ഡീഡ്സ് ആൻഡ് ബാഡ് ഡീഡ്സ് ഫ്രം ആ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഇതിൻ്റെ സൈക്കോളജി എനിക്ക് മനസ്സിലായതും ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തതും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ചിന്തിച്ച് നോക്ക്, നമ്മൾ വലുതാവും തോറും നമ്മളെ മൈൻഡിൽ ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യും, ഒരു സങ്കടം വരുമ്പോൾ ഒരു ഐസ്ക്രീമിന്റെ ഡബ്ബ് എടുത്തിട്ട് നമ്മളിരിക്കും. ഞാൻ ഇരുന്നിട്ട് കേട്ടോ, അതിനോട് പറയാം, ഡിപ്രഷൻ്റെ സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്തോണ്ടിരുന്നത് ഐസ്ക്രീമിന്റെ വലിയ ഡബ്ബ വാങ്ങിച്ചിരുന്നു എന്നാണ്. ബിക്കോസ് വി സംവെയർ ഓർ ദി അതർ വി ഹാവ് എ ഇമോഷണൽ കണക്ഷൻ വേർ ദിസ് വിൽ മേക്ക് മീ ഹാപ്പി. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പറയണം. അത് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത് ഷുഗർ ഇസ് നോട്ട് ദ വില്ലൻ. ഷുഗർ ഇസ് നോട്ട് ദ വില്ലൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ തന്നവരല്ല വില്ലൻ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഷുഗർ യു ക്യാൻ ഹാവ്. അപ്പൊ ഡെയിലി നമുക്ക് ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന ഒരു ഷുഗറിന്റെ ഒരു എമൗണ്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. വൈ ഷുഡ് യു ഗോ ഫോർ എ സീറോ ഷുഗർ ഡയറ്റ്? സീറോ ഷുഗർ ഡയറ്റ് പോകുന്നതിന്റെ കാരണം എന്താ? ബിക്കോസ് ഒന്നൊക്കെ ആശാന്റെ നെഞ്ചത്തേലും കളറിക്ക് പോകുന്നത്. കഴിക്കാൻ തുടങ്ങിയാൽ എനിക്കത് കഴിച്ചുകൊണ്ടിരിക്കണം. വൈ കാണ്ട് യു ഹാവ് 1 chips? നമ്മുടെ ബാഗ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ചിപ്സ് തിന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ മാറ്റി വെക്കില്ല? ബിക്കോസ് ചിപ്സിന്റെ കോണ്ടന്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ദേ ഹാവ് കറക്റ്റ്ലി ആബ്സല്യൂട്ട്ലി അവർ ആ ഒരു മാത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ഷുഗർ, സോൾട്ട് ആൻഡ് ഓൾസോ സ്പൈസസ്, ഇത് വെച്ചിട്ടുള്ള ഒരു ബ്ലെൻഡാണ് അല്ലെ ചിപ്സിന് മുകളിലുള്ളത്. ദാറ്റ് ഹിറ്റ്സ് യുവർ ടേസ്റ്റ് ബഡ്സ് ലൈക്ക് സീയിങ് 100 reels in 1 second. അതങ്ങോട്ട് തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാ വായിലുള്ള എല്ലാ ടേസ്റ്റ് ബഡ്സും കൂടി ഇതിൽ ഏറ്റവും ഓട്ടാണ്. എന്താ സാധനം ഇനിയുണ്ടോ? എപ്പോഴെങ്കിലും ഒരു ബോക്സ് പൊട്ടിച്ചിട്ട് ഒരു ചിപ്സ് എന്നിട്ട് മാറ്റി വെച്ചിട്ട് അവിടെ മാറ്റി വെച്ച് നോക്കും. എന്തുകൊണ്ട് നടക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞ മൈൻഡ് സെറ്റിന്റെ കാര്യം. ബിക്കോസ് വൺസ് യു സ്റ്റാർട്ട് ലേണിംഗ് ഓൾ ദിസ്, ഭയങ്കര രസാ. ദാറ്റ്സ് വെൻ യു വിൽ ബി ലൈക്ക് you can play with your mind. You can easily, like, you're trying the mind is fully any brand you take, any kind of things, because ella brands no vendadu that the person should crave for it. Ade I don't know, yeah, person should crave for it, allada avarkku adu karyilla. ഈ ഷുഗർ കട്ടിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഈ പ്രിവെന്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സെക്ടർ നമ്മൾ ഇന്ത്യയിൽ ബൂം ആവുന്നുണ്ടെന്നൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് വേയിൽ നമുക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയിരിക്കും വരുത്താൻ പറ്റുക ടു ലിവ് ലോങ്ങർ? പ്രിവെന്റീവ് ഹെൽത്തിൽ വരുന്നതാണ് ആക്ച്വലി നമ്മളൊക്കെ ആലോചിക്കും. നമ്മൾ പ്രിവെൻഷനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആസ് കോച്ചസ്. പക്ഷേ പീപ്പിൾ ആർ ഗോയിങ് ബിഹൈൻഡ് ദ ക്യൂർ. ബിക്കോസ് പ്രിവെൻഷനെ കുറിച്ച് സംസാരിച്ച് ഇത് ചെയ്താൽ ഇന്നത് സംഭവിക്കും വെരി ക്ലിയർലി നമുക്കറിയാം. ബിക്കോസ് ഇന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഷുഗർ അധികം കഴിച്ച് നിങ്ങൾക്ക് ഡയബറ്റീസ് വരും, കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ
പക്ഷേ അൾട്ടിമേറ്റ്ലി യു ഗെറ്റ് ഡയബറ്റീസ് ആൻഡ് യു ഗോ ഫോർ എ ക്യൂർ ടു ദ ഹോസ്പിറ്റൽ. പക്ഷേ ആൾക്കാർക്ക് പ്രിവെൻഷനും കാട്ടിക്കുള്ളിൽ ക്യൂറിന് സ്പെൻഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു ട്രെയിനർ നിങ്ങൾ ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കുക, ഒരു 10,000 രൂപ മാസം ഉണ്ട് എന്ന് പറഞ്ഞു, ബേസിക് ഇത് എന്ന് പറഞ്ഞു. അയ്യോ, നേരെ മറിച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം വന്നിട്ട് മറ്റേ ഹോസ്പിറ്റലിൽ പോയി 1.5 ലക്ഷം രൂപ ബില്ലടക്കുന്നതല്ല. ഇറ്റ്സ് എ വെരി ഹ്യൂജ് മാർക്കറ്റ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. അല്ല, അതിൽ ഷുഗർ കട്ട് എന്നുള്ള അല്ലെങ്കിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിരിക്കും. വേറെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കുക നിങ്ങൾ. വാട്ടർ ഇൻടേക്ക് ഇസ് സംതിങ്. സോ പാരാമീറ്റേഴ്സ് ഞാൻ നോക്കുന്നത് വർക്കൗട്ട്, ന്യൂട്രീഷൻ, വാട്ടർ ഇൻടേക്ക്, നിങ്ങളെ സ്ലീപ്പ് ആൻഡ് റിക്കവറി, ഇങ്ങനത്തെ മെയിൻ ഫാക്ടേഴ്സ്. ഇതിൻ്റെ അകത്ത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലേ? ഉറങ്ങാൻ പറ്റും. വെള്ളം കുടിക്കാൻ പറ്റില്ലേ? വെള്ളത്തിന് സ്കാസിറ്റി ഇവിടെ ഇല്ല. പിന്നെ ന്യൂട്രീഷൻ, ഇപ്പൊ കറണ്ട് ഭക്ഷണം, ബേസിക് ഭക്ഷണങ്ങൾക്ക് അവൈലബിലിറ്റിയും കാര്യങ്ങൾക്കും ഡിഫിക്കൽട്ടി ഇല്ലല്ലോ. ആകെ ചോയ്സസ് ഓഫ് ഫുഡ് മാത്രമാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുള്ളത്. വർക്കൗട്ട് എന്ന് പറയുന്നത് യൂട്യൂബിൽ ഇഷ്ടം പോലെ 100,000 മില്യൺസ് ഓഫ് വർക്കൗട്ട്സ് അവൈലബിൾ ആണ്. 2 മിനിറ്റിന്റെ വർക്കൗട്ട് മുതൽ 5 മണിക്കൂറും 10 മണിക്കൂറിന്റെ വർക്കൗട്ട്സ് വരെ അവൈലബിൾ ആണ്. ദിസ് ഓൾ കംസ് ടു ദ മൈൻഡ് സെറ്റ്. where your mindset is right now. If you want to, ഞാൻ പഠിത്ത് കണ്ട ഒരു അടിപൊളി സെൻറ്റൻസ്, so that I'm going to cherish it for a long time. One single line ഏതോ റീലിൽ കണ്ടതാണ്, it's not mine. If you're not willing to change it, you're choosing it. അതിങ്ങനെ ഞാൻ വീണ്ടും I'm repeating that same sentence. What a sentence it is. If you're not trying to change it, you're choosing it. ശരിയാണ്. എനിത്തിങ്, അത് എന്തും ആവാട്ടോ, യുവർ റിലേഷൻഷിപ്സ് ആവാം, യുവർ മൈൻഡ് സെറ്റ് ആവാം, നിങ്ങളുടെ വർക്കൗട്ട് ആവാം, ലൈഫ് സ്റ്റൈൽ ആവാം, എനിത്തിങ്. സോ നേരത്തെ നമ്മൾ റിക്കവറിനെ പറ്റി പറഞ്ഞല്ലോ, അതിൽ ക്രിസ് കെത്തിൻ്റെ പോഡ്കാസ്റ്റിൽ പുള്ളി പറയുന്നത് വിപാസന മെഡിറ്റേഷൻ പറഞ്ഞിട്ട്. ഈ മെഡിറ്റേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിറ്റ്നസിൻ്റെ കൂടെ നമ്മൾ പറയണം? മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് they have differences. It works for them. അപ്പം I'm an ADHD person. എനിക്ക് ADHD ഉണ്ട്. I'm clinically ഞാൻ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ സം പീപ്പിൾ, എന്നെ പോലത്തെ ആൾക്കാർക്ക് നമുക്ക് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ഭയങ്കര ടഫാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ തിങ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിബഡി എൽസ്. പക്ഷെ I've seen people who do meditation. മെഡിറ്റേഷനും ആക്ച്വലി ഇപ്പോൾ കുറഞ്ഞ കാലമായിട്ട് ട്രെൻഡിങ്ങിലുള്ള ഒരു സംഭവമല്ലേ, ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ എൻഡോസ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ, യോഗ ഒക്കെ. ഇപ്പോൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ബൂം ഇൻ ദ നെക്സ്റ്റ് 5 years is going to be mental health. People are going to spend crazy on mental health. Mark my words, because ഇപ്പം അതിൻ്റെ ആവശ്യകതയും അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാവാൻ ഉള്ള ടൈമാണ്. ബിക്കോസ് ഒന്ന്, നമ്മൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ ലൈക്ക് ഇറ്റ്സ് പുട്ടിങ് എ ലോട്ട് ഓഫ് പ്രഷർ ഇൻ എവ്രി വൺ. ഇപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്, നാളെ മുതൽ എഡിറ്റേഴ്സിന് പ്രഷർ തുടങ്ങും. ഇതിൻ്റെ എഡിറ്റ് എപ്പോൾ തീരും? എഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നമ്മൾ വ്യൂസ് കണ്ടില്ലെങ്കിൽ നമുക്കപ്പോൾ പ്രഷർ തുടങ്ങും, ഇതിനെന്താ വ്യൂസ് കയറാത്തത്? Mental health is something that is going to be very important in the coming few years, because ഇപ്പം തന്നെ കുട്ടികൾക്ക് അഡൽട്ട് ADHD പോലെ തന്നെയാണ് ചിൽഡ്രൻ്റെ ADHD. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കോക്കോമെലൻ പോലത്തെ ഒരു വീഡിയോ, ഇറ്റ്സ് വെരി അഡിക്റ്റീവ് ആൻഡ് അതും ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് ആണ്. ബിക്കോസ് ഒന്ന് ആലോചിച്ചാൽ മതി, ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത്, ഒന്ന് ബ്രൈറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് പോപ്പപ്പ് ചെയ്യാണ് കിഡ്സിൻ്റെ കണ്ണിലേക്ക് ഡയറക്റ്റ്. പിന്നെ 2-3 സെക്കൻഡിൽ കൂടുതൽ ഒരു ഷോട്ട് കാണിക്കുന്നില്ല. സോ കോൺസ്റ്റന്റ്ലി 2-3 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ പിക്ചേഴ്സ് ഇങ്ങനെ മാറി. അതാണ്, ദാറ്റ്സ് വൈ കിഡ്സ് ആർ ഗെറ്റിംഗ് സോ അഡിക്റ്റഡ് ടു ദിസ്. നമ്മൾ റീൽസ് അഡിക്റ്റഡ് ആവുന്ന പോലെ തന്നെ. ഒരു
ഒരു സ്റ്റഡി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 2-3 years ago റീൽസ് അല്ലെങ്കിൽ ടിക്ടോക്ക് ഇതിരുന്ന സമയത്ത് അറ്റൻഷൻ സ്പാൻ വാസ് 5 seconds 3 seconds ആയി. ഇപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ റീല് ഫസ്റ്റ് സെക്കൻഡില് നമുക്ക് ഓക്കെ തോന്നിയില്ലേ നമ്മൾ സ്വൈപ്പ് ചെയ്യില്ല. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വേണ്ടതാണോ ഫർദർ കാണണോ എന്നുള്ളത്. ഫസ്റ്റ് സെക്കൻഡ് 1 second എന്ത് ഹുക്കിടാൻ പോണ ഒരാള്. ശരിയാണ്. അപ്പോൾ ആ ലെവലിലാണ്. ഐ തിങ്ക് ഇൻ ദ ഫ്യൂച്ചർ ലൈക്ക് ADHD വിൽ ബി വെരി കോമൺ ആസ് ഇൻ ലൈക്ക് ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ നിനക്കില്ല അല്ല നല്ലതല്ല, പക്ഷെ ഞാൻ പറയാണ് ബിക്കോസ് അത്രയും ഈസിലി ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അറ്റൻഷൻ സ്പാൻ നമ്മളെല്ലാവരും കുറഞ്ഞുകൊണ്ടിരിക്കില്ല. നമ്മളെല്ലാവരും ഡൂം സ്ക്രോളിങ് ചെയ്യുന്നില്ല. നമ്മൾ TV-യിൽ ഒരു മൂവി കാണുകയാണെങ്കിൽ ഇപ്പുറത്ത് കൂടി നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലേ. വൈ ഇസ് ദാറ്റ് ഹാപ്പനിങ്? ഇഫ് യു നോട്ട് വാച്ചിങ് ഇറ്റ്, ക്ലോസ് ഇറ്റ്. നോ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കോട്ടെ, കുഴപ്പമില്ല. മെന്റൽ ഫിറ്റ്നസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ട് തെറാപ്പിസ്റ്റുകളെ കൊണ്ടൊക്കെ അവർക്ക് നല്ല ബിസിനസ് ആയിരിക്കും അല്ലേ? ബിസിനസ്സിനെക്കാട്ടി കൂടുതൽ നല്ല തെറാപ്പിസ്റ്റുകൾ വരട്ടെ ഇൻഡസ്ട്രിയിൽ. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഫൈൻഡ് റിയലി ഗുഡ് തെറാപ്പിസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. ഒന്ന് നമുക്ക് തന്നെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. തെറാപ്പിസ്റ്റ് ഹാസ് ഓൺലി വൺ ജോബ്, പ്ലീസ് ഷട്ട് അബൌട്ട് യുവർ ക്ലയൻസ്. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പോലും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ലാത്ത തെറാപ്പിസ്റ്റുകൾ ഇൻഡസ്ട്രിയിലുണ്ട്. അവർ അതെല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഈ ഒരു ഫാക്ടറിൽ തെറാപ്പിസ്റ്റുകൾക്ക് എന്തായാലും there is a market there. പക്ഷെ അതിനനുസരിച്ചിട്ട് we have to make sure that really good people come into this industry. Because ഫിസിക്കൽ സ്പേസിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് പോലല്ല. മൈൻഡ് ഇസ് സംതിങ് ദറ്റ് ഇസ് വെരി ഡെലിക്കറ്റ്. ഭയങ്കരം കുറേ ഇഷ്യൂസിലേക്ക് അത് കൊണ്ടുപോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇഫ് ദ തെറാപ്പിസ്റ്റ് ഇസ് നോട്ട് റൈറ്റ്, ദെൻ യു ആർ ഡൂംഡ്. വെരി റിസ്കി സെക്ടറാണ് ഈ മൈൻഡിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ. നമുക്കിപ്പം ChatGPT-നോട് ചോദിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫിറ്റ്നസ് പ്ലാനോ ഡയറ്റ് പ്ലാനോ ഒക്കെ നമുക്ക് സ്വന്തം ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പണ്ടും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ഉണ്ട്, അതിൽ വർക്കൗട്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്മിങ് ഇയറിൽ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം? ലൈക്ക് AI ഇത്രയും വന്നു കഴിഞ്ഞാൽ ഒരു ട്രെയിനറിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? AI-നോട് ചോദിച്ചിട്ട് ചെയ്താൽ പറയാം. അത് AI-ന്റെ മുമ്പും ഗൂഗിൾ ഉണ്ടായിരുന്നു. ഗൂഗിളിന്റെ മുമ്പ് ബുക്സ് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ അവൈലബിൾ. അപ്പോൾ എന്നാ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചുതരാം. ഈ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക്, അതായത് ട്രെയിനർ ആവാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് ഈസിലി ഓൺലൈനിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടി. ഹൗ മെനി ഓഫ് യു വിൽ ട്രൈ ടു ലേൺ ഇറ്റ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മോട്ടിവേഷൻ എന്ന് ഞാൻ മറ്റേ അരച്ച് കലക്കി ഒരു രസായനം പോലെ ആക്കിയിട്ട് പാക്കറ്റാക്കി വെക്കുന്നു. ഐ ആം എ ബില്യണിയർ ദെൻ. ഐ ആം എ ബില്യണിയർ എന്നത് എനിക്കത് പാക്കറ്റാക്കി വെക്കാൻ പറ്റുന്നോ, ഐ എം ഗോയിങ് ടു ബി എ ബില്യണിയർ ഫോർ ഷുവർ. ബിക്കോസ് ഇത് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് അല്ല പ്രോബ്ലം, ആ റിസോഴ്സസ് ആ പേഴ്സൺ യൂസ് ചെയ്യുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ 100% മൈൻഡ് സെറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. Because if you're not willing to do it, if you're not ready to do it, if you're not motivated or self-disciplined enough to do it, definitely എത്ര റിസോഴ്സസ് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. ChatGPT നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരാനല്ലേ പറ്റുള്ളൂ. ChatGPT കൈ പിടിച്ച് പൊക്കിയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ന്യൂട്രീഷൻ പ്ലാൻ ഉണ്ടാക്കി തരാനല്ലേ പറ്റൂ. ഇന്ന് രാവിലെ കഴിച്ചോ എന്നൊരു 1-to-1 ഞാനിപ്പം ഇരുന്ന് മെസ്സേജ് അയക്കാണ്, ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോർണിംഗ്? നോ. ദെൻ ഹാവ് ഇറ്റ് റൈറ്റ് നോ, സെൻഡ് മീ എ ഫോട്ടോ റൈറ്റ് നോ എന്ന് ഒരാൾ അപ്പുറത്തിരുന്ന് പറയുമ്പോൾ ഹ്യൂമൻസ് ആർ സോഷ്യൽ ബീയിങ്സ്. അൾട്ടിമേറ്റ്ലി എന്തും വന്നോട്ടെ, ഐ റിയലി ഡോണ്ട് തിങ്ക് ദാറ്റ് ChatGPT ഓർ AI ഓർ എനിത്തിങ് ദാറ്റ് കംസ് ഇൻ നാളെ നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ എന്താ പറയുന്നത് മാർക്കറ്റ് നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടാക്കുന്നു. പക്ഷേ ഇഫ് യു ആർ സ്മാർട്ട് ഇനഫ്, യു ക്യാൻ യൂസ് ഇറ്റ് വൈസ്ലി ആസ് എ കോച്ച്. You can use it wisely where it is going to benefit you. Yeah. So over the time with the advancements in technologies, gym in the transformation next to 5-10 years on the
ബ്രോ എങ്ങനെയാണ് അഡ്മിഷൻ ചെയ്യുന്നത്? ഞാനൊരു 4 years ago ഞാൻ ഓൺലൈൻ ട്രെയിനിങ് 5 years ago ഞാൻ ഓൺലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അന്ന് ഹോളോഗ്രാം ആയിരുന്നു ഞാൻ കണ്ടത്. ഹോളോഗ്രാമിൽ ഇഫ് ഐ ആം എൻ ഓൺലൈൻ ട്രെയിനർ ആൻഡ് ഐ എം സിറ്റിംഗ് ഹിയർ, ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ ഹോളോഗ്രാം ഡിവൈസ് ഇവിടെ വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഐ എം സീയിങ് ദ ക്ലയൻറ്റ് ദെയർ ഇൻ ദ ഹോളോഗ്രാം. ആ ഹോളോഗ്രാം മാറി 5 yearsനുള്ളിൽ തന്നെ ആപ്പിൾ വിഷൻ പ്രോ വന്ന്, വിഷൻ പ്രോ പോലത്തത് ഇനി ചെറുതായി വെറും ഗ്ലാസസിലേക്ക് വരും. മെറ്റാ ഗ്ലാസ്, പക്ഷെ മെറ്റാ ഗ്ലാസസിൽ ഇത്ര ഇൻഡെപ്ത് ഇല്ല, പക്ഷെ മെറ്റാ ഗ്ലാസസ് എത്തി. ഇനി മെറ്റാ ഗ്ലാസിനും കാട്ടിയും ബെറ്റർ ഇതിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺലൈൻ ട്രെയിനിങ്ങിൽ ഇഫ് ദ ക്ലയൻറ്റ് ഇസ് ഇൻ കാനഡ ഓർ ന്യൂയോർക്ക് ഓർ എനിവെയർ ആൻഡ് ദേ ആർ വർക്കിംഗ് ഔട്ട് ഇൻ എനി ജിം ദാറ്റ് ദേ വാണ്ട് ടു, അവർക്ക് ലൈവായിട്ട് ഒരു ട്രെയിനറെ കൂടെ, ഇന്ത്യയിലുള്ളൊരു ട്രെയിനറെ കൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റും. എന്നുള്ള ലെവലിലേക്ക് സിസ്റ്റം വളരും ഈസിലി. സോ ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ആയിരിക്കും ഇനി അങ്ങോട്ട് ബൂമർ രാദർ ദാൻ അല്ലല്ല. ജിംസ് ഇഫ് യു ആർ നോട്ട് ബിൽഡിംഗ് എ റൈറ്റ് കമ്മ്യൂണിറ്റി, യുവർ ജിംസ് ആർ ഗോയിങ് ടു ഫെയിൽ. ജിംസ് ഇനി മുതൽ അങ്ങോട്ടേക്ക് ആൾക്കാർ കൺവീനിയൻസിലേക്ക് പോകും. ഇഫ് യു ഹാവ് എ ജിം that is like 1 kilometer 2 kilometer radius from your place, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ മോർ ലൈക്ലി ആൾക്കാർ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ജിമ്മിലേക്ക് പോകാനേ നോക്കുള്ളൂ. If you are so far away, it's going to be very hard for you to retain the client. അല്ലെങ്കിൽ അത്രയും അടിപൊളി സർവീസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ. അതേപോലെ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഈ ജിമ്മ് പോവുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ആളുകൾ മാർഷൽ ആർട്സിലേക്ക് അതിൻ്റെ ഒരു ട്രെൻഡ് വരുന്നത്. ഇപ്പോൾ UFC ഒക്കെ വന്നതിന് ശേഷം കഴിഞ്ഞൊരു 3-4 വർഷത്തിന് ശേഷം അതും ഭയങ്കര ബൂമാവുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയും ജിമ്മ് പോയാലും ഇപ്പോൾ ഫിറ്റ് ആവില്ലല്ലോ, മറ്റേതാകുമ്പോൾ ഒരു മാർഷൽ ആർട്സും കൂടി പഠിക്കാമല്ലോ, ഫിറ്റ് ആവുകയും ചെയ്യും, ഒരു കാര്യം പഠിക്കാനും പറ്റി. അപ്പോൾ ആ ട്രെൻഡും ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. സോ പീപ്പിൾ നീഡ് ന്യൂ തിങ്സ് നോ. പക്ഷെ മാർഷൽ ആർട്സ് ഒക്കെ പണ്ട് പോലെ ഉണ്ടായിരുന്നു. പണ്ട് ബോക്സിംഗ് ട്രെയിനേഴ്സിനൊന്നും തീരെ മൈൻഡ് ആക്കാത്ത ആൾക്കാരാണ് ഇപ്പം ബോക്സിംഗ് പഠിക്കാനൊക്കെ പോകുന്നത്. അത് ഡെഫിനറ്റ്ലി ഈവൻ നമ്മളുടെ ആലപ്പുഴ ജിംഖാന പോലത്തെ മൂവീസൊക്കെ ഇറങ്ങിയ സമയത്തും ഭയങ്കരമായിട്ട് അങ്ങനത്തെ കുറേ ദാവേദ് അങ്ങനത്തെ കുറേ മൂവീസ് ഇറങ്ങിയപ്പം അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഐ വുഡ് സേ ദ ബോക്സിംഗ്, മാർഷൽ ആർട്സ് അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകണം. നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാവും. നമ്മൾ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാവും. നമ്മളെ ബോഡിക്ക് വേണ്ടിയിട്ടും. പിന്നെ ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഒരു ബോക്സിങ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റാർട്ട് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. ദാറ്റ് വിൽ നോട്ട് ഗോ. ഇതൊക്കെ മൂവ്മെന്റ് കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. ബോക്സിംഗ് ആയാലും മാർഷൽ ആർട്സ് ആയാലും മുവത്തായി ആയാലും ഒക്കെ. കളരിയൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. കളറിപ്പായിട്ട് നോർത്തുനിന്നല്ല പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ വന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ ഞാൻ കാണുന്ന നല്ല പോലെ അടിപൊളി കോച്ചസ് എന്ന് പറയുന്ന ആൾക്കാര് കേരളത്തിൽ വന്ന് കളരിപ്പയറ്റ് പഠിച്ചിട്ട് അവര് വന്നൊരു മാസമൊക്കെ നിന്ന് 1-2 മാസമൊക്കെ നിന്ന് ഇവിടെ നിന്ന് കളരി ഗ്രാമം അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് പോകാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ നേരെ മറിച്ച് വല്ല UK-ലോ US-ലോ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഏതെങ്കിലും വേറെ എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത് പോയി പഠിക്കുക എന്നുള്ള മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. നമ്മളെ ഓൺലൈൻ ട്രെയിനിങ് ആണ് ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇതാവാൻ സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. അല്ല, ഓൺലൈൻ ട്രെയിനിങ് ഫ്യൂച്ചറിസ്റ്റിക് ആവുന്നല്ല, ഓൺലൈൻ ട്രെയിനിങ്ങിൽ ടെക് എനേബിൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ ഒരു മെയിൻ ബ്രേക്ക് ത്രൂവിന്റെ ടൈം ആണ് കോവിഡ്. Online training COVID you will see you have seen the maximum potential because the whole world was online. അപ്പോൾ അതാണ് മാക്സിമം പൊട്ടൻഷ്യൽ. നെവർ എക്സ്പെക്ട് ദ സെയിം സെയിൽ. ഇപ്പം ആരെങ്കിലും ഓൺലൈൻ ട്രെയിൻ ചെയ്യാൻ പോകണമെങ്കിൽ നെവർ എക്സ്പെക്ട് ദ സെയിം സെയിൽ ഓർ സെയിം നമ്പേഴ്സ് വെൻ യു ഡൂയിങ് റൈറ്റ് നൗ. ഇനി അങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ വാട്ട് ന്യൂ യു കൻ ബ്രിങ്, അവിടെയാണ് ടെക് എനേബിൾ ചെയ്തിട്ട് വാട്ട് യു കൻ. ഓക്കെ. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ജിമ്മ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സർഫസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ? You don't have to open a gym actually. You just need to build a community. Okay, as a trainer. Do you think that you need a space to work out? No, I don't know, like not really. അത് ജിമ്മിന്റെ ആവശ്യമുണ്ടോ വർക്കൗട്ട് ചെയ്യാൻ? പണ്ട് നമ്മളെ മറ്റേ
മാനാഞ്ചിറ സ്ക്വയറിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാറില്ലേ? പണ്ട് നമ്മൾ സ്കൂളിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി രാവിലെ എണീച്ച് അവിടുത്തെ ബാസ്കറ്റ്ബോൾ കോർട്ടിലോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകലോ. പണ്ട് ടേഫ് ഉണ്ടായിരുന്നില്ല, അന്ന് നമ്മൾ ഫുട്ബോൾ കളിച്ചിട്ടില്ലേ? വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ രാവിലെ ബീച്ചിൽ വന്നിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ രാവിലെ 5 മണിക്ക് 5 മണി 5:30 വന്നവർ നോക്കിയിട്ടുണ്ട്. സരോവരം അതുപോലെ സരോവരം വാക്ക് എന്താ അവസ്ഥ? കൊച്ചി പനമ്പള്ളി നഗർ, ക്വീൻസ് വാക്ക് വേ. ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് യു ഡോണ്ട് ഹാവ് ടു ഓപ്പൺ എ ജിം. ഓക്കെ. യു ജസ്റ്റ് ഹാവ് ടു പുട്ട് ദ വേർഡ് ഔട്ട് ദർ, യു ആർ റെഡി ടു ട്രെയിൻ. ഒരു ക്ലയന്റ് മതി. ഐ സ്റ്റാർട്ടഡ് വിത്ത് 1 ക്ലയന്റ്. 6 മാസം എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ടുക്ക് മീ 1 year ടു ഗെറ്റ് മൈ സെക്കൻഡ് ക്ലയന്റ്. അന്ന് ഞാൻ ആകെ ചെയ്തത് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു 4 ആളെ അറിയിച്ചു. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 ആളെ അറിയിക്കും. അല്ല, നിങ്ങൾക്ക് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ജിം സിസ്റ്റം വർക്ക്സ് ആൻഡ് ഓൾ ദാറ്റ്, ഡെഫിനറ്റ്ലി വർക്ക് ഇൻ എ സ്പേസ് ഓർ ജിം ആൻഡ് ഓൾ ദാറ്റ്. മറ്റ് ഞാൻ ചൂസ് ചെയ്ത പാത്ത് ഇസ് എ ബിറ്റ് ഡിഫിക്കൽട്ട് പാത്ത് ബിക്കോസ് ടൈം എടുക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ലയൻസിനും കാര്യങ്ങളും കിട്ടാൻ. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്ററായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ഇൻ എ സ്പേസ്, അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് വർക്ക്, എന്നിട്ട് പിന്നെ. സോ അതേപോലെ ഇതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് നമ്മൾ ന്യൂട്രീഷനിസ്റ്റ്, ഡയറ്റീഷ്യൻ, കാലിസ്തനിക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പം വെൽനസ്, മറ്റേ തെറാപ്പിസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. സോ നെക്സ്റ്റ് ഒരു 5-10 years കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന മാസീവ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും ഇതിൽ ഇപ്പോൾ ആളുകൾക്ക് ചിന്തിച്ചിറങ്ങാൻ പറ്റുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഒരു തെറപ്പിസ്റ്റ്, മെന്റൽ ഹെൽത്ത്. ഇപ്പം ഹെൽത്തിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് സംതിങ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ബിഗ് തിങ് ഫോർ ഷുവർ, അതിൽ നോ ഡൗട്ട്സ്. ടെക് പരമായിട്ട് ആൻഡ് ദ കമ്മ്യൂണിറ്റി that you build, the camaraderie that you're going to build within the facility makes you different from other gyms. Because നമ്മളൊക്കെ സോഷ്യൽ ബീയിങ്സ് ആണ്. നമുക്ക് ഒരാളും കൂടി ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. That is something that tech will advance. And please don't think that ഇത്രയും ടെക് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല എന്നുള്ള ദാറ്റ് നോട്ട് പോസിബിൾ. അതിന് ഇപ്പം പേഴ്സണൽ ട്രെയിനിങ്ങിനെ ഇറ്റ് വോണ്ട് അഫക്റ്റ്. ബിക്കോസ് എത്രത്തോളം ടെക് വളർന്നാലും ഹ്യൂമൻസ് ആർ ദ വൺസ് ഹു ബിൽഡ് ദ ടെക്. സോ ഓക്കെ, നമ്മളൊരു ചെറിയ റാപ്പിഡ് ഫയർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. ചീറ്റ് മീൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഐ വിൽ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫേവറേറ്റ് ചീറ്റ് മീൽ? ഫേവറേറ്റ് മീൽ പറയാം. ചീറ്റായിട്ട് ഞാൻ ചെയ്യാറില്ല. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ചീറ്റ് കഴിക്കും. പൊറോട്ട ആൻഡ് ബീഫ്. ഗ്രേറ്റ്. അത് ഇഷ്ടപ്പെട്ട കാലിക്കറ്റ് ഏതെങ്കിലും സ്ഥലമുണ്ടോ? കാലിക്കറ്റ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് എവിടെ നിന്നായിരുന്നു ഞാൻ തന്നു. അങ്ങനത്തെ ഒരു ബയാസും ഇല്ല. എന്നെ എവിടെ നിന്ന് കഴിക്കും. ഓക്കെ, വൺ സപ്ലിമെന്റ് യു ആക്ച്വലി ബിലീവ് ഇൻ? പ്രോട്ടീൻ പൗഡർ വർക്ക്സ്. Okay. Yeah. Morning workout or evening workout? Afternoon, when there is nobody in the gym. I hate seeing people when I'm working out. Okay. Cardio or strength training? Both. Mm-hmm. Then fitness influencer you respect? There are a lot. Fitness influencers from Ajit Babu, Nipun. These are all close friends. Vijobi, Dennis. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. There are a lot of people. I've got a lot of friends in this community. നമ്മളിപ്പം ഈ May 10th നമ്മളൊരു ഇവന്റ് വന്നിട്ട് GOG എന്നിട്ട് lot of people, ഗോകുൽ, അങ്ങനെ കുറേ ആൾക്കാർ. Widest request you get from your client? Wildest request? ഒരു മാസത്തിൽ 15 കിലോ കുറച്ച് തരാൻ പറ്റും. അത് ഞാൻ എൻ്റെ അൺഹെൽത്തി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞ് യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കിട്ടിയതാണ് എനിക്ക്. എന്നാൽ അതുപോലത്തെ ഒന്നും എനിക്ക് ചെയ്തു തരുമോ? അത് പറഞ്ഞത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. അല്ല, കുഴപ്പമില്ല, എനിക്ക് ചെയ്താൽ എൻ്റെ പെങ്ങളെ കല്യാണം. ഓ, താങ്ക് യു. ക്രിയാറ്റിൻ ഗുഡ് ഓർ ബാഡ്? ഇറ്റ്സ് ഗുഡ്. ക്രിയേറ്റിൻ നമ്മുടെ ബോഡിക്ക് ഏത് സപ്ലിമെൻ്റ് ആയാലും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് യു ഹാവ് ടു ഹാവ്. ക്രിയേറ്റിൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് ബോഡിയിലേക്ക് ക്രിയേറ്റിൻ ലെവൽ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും ചില പ്രായ ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അത് നമുക്ക് ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ സപ്ലൈ ചെയ്യുന്നു. പ്രോട്ടീനൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റിലും അതിൽ നിന്നൊക്കെ കിട്ടുന്ന
പ്രോട്ടീൻ തന്നെയാണ്, പക്ഷെ നമുക്ക് ഡയറക്റ്റ് എക്സോപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഡെയിലി എത്ര എഗ് വൈറ്റ് കഴിക്കും? ഐ എം നോട്ട് എൻ എഗ് വൈറ്റ് ഫാൻ ആൻഡ് ഓൾ ദാറ്റ്. സാധാരണ എല്ലാ ഫിറ്റ്നസ് ഫ്രീക്സും പറയുന്നതാണ് ഇത്ര എഗ് വൈറ്റ്. 2-3 കഴിച്ചാലേ അത്ര ഉള്ളൂ. എഗ് വൈറ്റില്ല, ഞാൻ ഫുൾ എഗ്ഗിന് കഴിക്കാറ്. ഓക്കെ. ആ മിത്തും ഇപ്പം ബസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്. അതേ പറഞ്ഞ ലൈക്ക് സയൻസ് ഇസ് ഇവോൾവിങ് വേർ ലൈക്ക് 5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 8 കൊല്ലം മുമ്പ് എഗ്ഗിന്റെ വെള്ള മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, മഞ്ഞ കഴിക്കാൻ പാടില്ല. അതൊക്കെ മാറി, ഇപ്പം മഞ്ഞ കഴിക്കാൻ പറ്റും. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടും ജിം ബിസിനസ് റിലേറ്റഡ് അതിൻ്റെ ഫ്യൂച്ചറും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റി. കറക്റ്റ് ടൈമിന് ഇത് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. You're welcome. താങ്ക് യു. Thanks for having me in the podcast.